അപ്പോൾ കഴിഞ്ഞ 1-2 ക്ലാസ്സുകൾ എനിക്ക് എടുക്കാൻ വരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പോർഷൻ ഒരല്പം പിന്നിലായിപ്പോയി. നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ നമുക്ക് തീർക്കാനുള്ള ഏതാണ്ട് സമയമായിട്ടുണ്ട്. അപ്പം ഞാൻ കരുതി ഇനിയിപ്പോൾ റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് ആ ചാപ്റ്റർ അങ്ങ് തീർക്കാം. വളരെ കുറച്ച് കാര്യങ്ങളെ ഇനി നമുക്ക് പഠിക്കാനുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് ആ ചാപ്റ്റർ പഠിക്കാനുള്ള ഐ എന്ന് പറയുന്ന പോർഷൻ നമ്മൾ പഠിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കാനില്ല. ഇനി ഇയറും സ്കിന്നും നമ്മുടെ ഓൾഫാക്ടറി ഓർഗനായ നോസും ഒക്കെ നമുക്ക് ഇനി പഠിക്കാനുള്ളൂ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു റെക്കോർഡഡ് വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്തു തരാമെന്ന് കരുതി. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് ഏതായാലും ഒന്ന് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഐയുടെ സ്ട്രക്ചർ, അത് നമ്മൾ പഠിച്ചു. ഐയിലെ ഡിസീസസ് അവിടെ വരെയായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് ഇയറാണ്. ഇയർ. അപ്പോൾ നേരത്തെ ഐയുടെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനില്ലെങ്കിലും ഇയറിനെ പറ്റി നമുക്ക് പഠിക്കണം. അപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കേ, ഇയർ നമ്മളെ എന്തിനാണ് സഹായിക്കുന്നത്? കേൾക്കാനാണ് സഹായിക്കുന്നത് അല്ലേ. അപ്പോൾ അതിനകത്തുള്ള റിസപ്റ്റർ ഏതായിരിക്കും? ഓഡിറ്ററി റിസപ്റ്റർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓഡിറ്ററി റിസപ്റ്റർ ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ. ഓഡിയോയെ തിരിച്ചറിയാൻ കഴിയുന്ന റിസപ്റ്റർ, ഓഡിറ്ററി റിസപ്റ്റർ ആയിരിക്കും ഉണ്ടായിരിക്കുക. കൂടാതെ ചെവി നമ്മളെ സഹായിക്കുന്ന ഹിയറിംഗ് അല്ലാതെ മറ്റൊരു ഫംഗ്ഷനാണ്, ചെവിയുടെ മറ്റൊരു ഫംഗ്ഷനാണ് എന്ത്? ബോഡി ബാലൻസിങ്. എന്താണ്? ബോഡി ബാലൻസിങ്. അപ്പൊ ഇതിന് രണ്ടിനും നമ്മളെ ചെവി തന്നെയാണ് സഹായിക്കുന്നത്. ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് ഇപ്പോൾ പഠിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ചെവി ഹിയറിംഗിന് സഹായിക്കുന്നത്, എങ്ങനെയാണ് ബോഡി ബാലൻസിങ്ങിന് സഹായിക്കുന്നത്, ഇത് രണ്ടും നമ്മളിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇയറിൽ ഓഡിറ്ററി റിസപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ഓഡിറ്ററി റിസപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ഇനി നമ്മൾ കഴിഞ്ഞ ഐ എങ്ങനെയാണ് പഠിച്ചത്? ഐയുടെ എക്സ്റ്റേണൽ പ്രൊട്ടക്ഷൻസ് പഠിച്ചു. ഇവിടെ നമുക്ക് ഇയറിന് അങ്ങനെയുള്ള ഒരു എക്സ്റ്റേണൽ പ്രൊട്ടക്ഷൻസ് ഒന്നും പഠിക്കാനില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തത് ഇയറിന്റെ കേസിൽ നമ്മൾ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ഇയറിന്റെ സ്ട്രക്ചർ, അനാട്ടമിയിലേക്ക് പോവുകയാണ്. ഇയറിന്റെ അനാട്ടമിയിലേക്ക്, നമുക്ക് ഇയറിനുള്ളിൽ എന്തൊക്കെ കാണാം എന്നതിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, അപ്പൊ നമുക്കത് നോക്കാം. അപ്പൊ ഇയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇയറിന്റെ മുഴുവൻ പാർട്ടുകളെ ഒരുമിച്ച് പഠിക്കാൻ വയ്യാത്തത് കൊണ്ട് നമ്മൾ നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി ഇയറിന്റെ പാർട്സിനെ പ്രധാനമായും മൂന്നായിട്ട് തിരിക്കുന്നു. ഇയറിന്റെ പാർട്സിനെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തിരിക്കുന്നു. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ പാർട്ട് എക്സ്റ്റേണൽ ഇയർ. എക്സ്റ്റേണൽ ഇയർ. രണ്ടാമത്തെ പാർട്ട് മിഡിൽ ഇയർ. ഇത് മൂന്ന് റീജിയൻസ് ആണ്. ഇതിൽ ഒരുപാട് പാർട്ടുകളുണ്ട്. ഓക്കെ, അപ്പൊ മിഡിൽ ഇയർ. മൂന്നാമത്തെ പാർട്ട് ഇന്റേണൽ ഇയർ. ഇന്റേണൽ ഇയർ. ഏതൊക്കെയാണ്? എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ ആൻഡ് ഇന്റേണൽ ഇയർ. ഓക്കെ, അപ്പൊ ഇയറിന്റെ പാർട്ടിനെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചു. ഏതൊക്കെയാണ്? എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ ആൻഡ് ഇന്റേണൽ ഇയർ. ഇനി നമുക്ക് ഇതിലെ ഓരോന്നിലെയും പാർട്ടുകൾ ഏതൊക്കെയാണെന്ന് അറിയണം. എക്സ്റ്റേണൽ ഇയറിൽ ഏതൊക്കെ പാർട്ടുകളുണ്ട്, മിഡിൽ ഇയറിൽ ഏതൊക്കെ പാർട്ടുകളുണ്ട്, ഇന്റേണൽ ഇയറിൽ ഏതൊക്കെ പാർട്ടുകളുണ്ട് എന്ന് നമുക്ക് അറിയണം. ഓക്കെ, അപ്പൊ ഞാൻ പറയാൻ പോകുന്നു. എക്സ്റ്റേണൽ ഇയറിലുള്ള പ്രധാനപ്പെട്ട പാർട്ടുകളാണ് ഒന്നാമത്തത് പിന്ന. ഒരെണ്ണമുള്ള നമ്മൾ പിന്ന എന്ന് പറയും. നമുക്ക് രണ്ട് ചെവിക്കുടകളുണ്ട് അല്ലെ. ചെവിക്കുട എന്നുള്ളതാണ് പിന്നയുടെ മലയാളം. അപ്പോൾ ചെവിക്കുടകൾ നമുക്ക് രണ്ട് ചെവിയിലായിട്ടുണ്ടായതുകൊണ്ട് പിന്നെ എന്ന് പറയാം. പ്ലൂറൽ ഫോം പിന്നെ. ഒരെണ്ണത്തിന് പിന്ന. പിന്നയിൽ നിന്ന് ഉള്ളിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ കുഴൽ പോലെ, ഒരു കനാൽ പോലെ കാണാം അല്ലെ. ഒരു കുഴൽ പോലെ കാണാം. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഓഡിറ്ററി കനാൽ. ഓഡിറ്ററി കനാൽ എന്ന് പറയും. അതിനുശേഷം നിങ്ങൾക്ക് ഓഡിറ്ററി കനാൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല അല്ലെ. ഉള്ളിലോട്ട് ഇരുട്ട് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ പിന്നെ ഓഡിറ്ററി കനാൽ ചെന്ന് അവസാനിക്കുന്നത് ഒരു സ്പെഷ്യൽ മെംബ്രെയിനിലാണ്. വളരെ തിന്നായിട്ടുള്ള ഒരു മെംബ്രെയിനിലാണ് ചെന്ന് അവസാനിക്കുന്നത്. ആ മെംബ്രെയിനെ നമ്മൾ പറയുന്ന പേരാണ് ടിംപാനം ഓർ കർണപടം. ടിംപാനം എന്ന് പറയും. ടിംപാനം. അപ്പോൾ ഈ എക്സ്റ്റേണൽ ഇയറിന് 3 പാർട്ടുകളായിരുന്നു. പഴയ സിലബസിൽ നമ്മൾ എക്സ്റ്റേണൽ ഇയറിന് 2 പാർട്ടുകളെ പഠിക്കാറുള്ളായിരുന്നു. പിന്നെയും ഓഡിറ്ററി കനാലും മാത്രമേ നമ്മൾ പറയത്തുള്ളായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഒരു സിലബസ് അനുസരിച്ച് ടിംപാനവും കൂടി എന്തിൽ ആഡ് ചെയ്തു? ആ എക്സ്റ്റേണൽ ഇയറിൽ ആഡ് ചെയ്തു. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ എക്സ്റ്റേണൽ ഇയറിനെയും മിഡിൽ ഇയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ബാരിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഈ ടിംപാനമാണ്. പക്ഷെ നമ്മൾ എക്സ്റ്റേണൽ ഇയറിന്റെ പാർട്ടായിട്ടാണ് ടിംപാനം പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഇയറിനെ 3 റീജിയൻസ് ആയിട്ട്, ഇയറിന്റെ പ്രധാനപ്പെട്ട പാർട്ടുകളെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ ആൻഡ് ഇന്റേണൽ ഇയർ. എക്സ്റ്റേണൽ ഇയറിന്റെ പാർട്ടായിട്ട് നമ്മൾ പിന്നെ, ഓഡിറ്ററി കനാൽ ആൻഡ് ടിംപാനം, ഇത് 3 നമ്മൾ പഠിച്ചു. ഇനി എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാകുന്നത്? ശബ്ദം എന്ന് പറയുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? മനുഷ്യരിലാണെങ്കിൽ ശബ്ദം ഉണ്ടാകാൻ ഇവിടെ ഓക്കൽ കോഡ് എന്ന് പറയുന്ന ഒരു കോഡ് ഇരിപ്പുണ്ട്. നമ്മുടെ തൊണ്ടയിൽ ഓക്കൽ കോഡ് എന്ന് പറയുന്ന ഒരു കോഡ് ഇരിപ്പുണ്ട്. ഈ കോഡ് എന്ത് ചെയ്യുന്നു?
അവിടെ അതിന്റെ വൈബ്രേഷനാണ് ശബ്ദം ഉണ്ടാക്കുന്നത്. ഈ വൈബ്രേഷൻ വായുവിലേക്ക് എന്തുണ്ടാക്കുന്നു? വൈബ്രേഷൻ ഉണ്ടാക്കുന്നു, അല്ലെ? അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ എല്ലായ്പ്പോഴും ഒരു മീഡിയം ആവശ്യമാണ്. ഒരു മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ ശബ്ദം സഞ്ചരിക്കൂ. അത് നിങ്ങൾ പഠിച്ചു. എയറിലുള്ള ശബ്ദത്തിന്റെ വേഗത ഏതാണ്ട് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫിസിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പോൾ എയർ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സഞ്ചരിക്കുകയുള്ളൂ? ശബ്ദം സഞ്ചരിക്കുകയുള്ളൂ. അങ്ങനെ സഞ്ചരിച്ചു വരുന്ന ശബ്ദം, സൗണ്ട് വേവ്സ്, ദൂരെ നിന്നും സഞ്ചരിച്ചു വരുന്ന സൗണ്ട് വേവ്സ് എന്ത് സംഭവിക്കുമെന്നറിയാമോ? അങ്ങനെ നേരെ അങ്ങ് പോകാതെ ഇങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ, ഇവിടെ ചെവിക്കുട ഇല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ശബ്ദം എന്ത് ചെയ്യും? ഇതുവഴി നേരെ കടന്നങ്ങ് പോകും, അല്ലെ? അങ്ങനെ പോകാതെ ഇവിടെ എന്ത് ചെയ്യുന്നു? ചെവിക്കുട ഇതിനെ ക്യാപ്ചർ ചെയ്ത് എങ്ങോട്ടേക്ക് വിടുന്നു? ഓഡിറ്ററി കനാലിലേക്ക് വിടുന്നു. അപ്പൊ നമ്മൾ ഈ എക്സ്റ്റേണൽ ഇയറിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പൊ പിന്നയുടെ ജോലി എന്താണ്? പിന്നയുടെ ജോലി എന്താണ്? വിച്ച് ക്യാപ്ചർ, അല്ലെ? ക്യാപ്ചർ ഓഫ് സൗണ്ട് വേവ്സ്. സൗണ്ട് വേവ്സിനെ പിടിച്ചെടുത്ത് എന്ത് ചെയ്യുന്നു? ഓഡിറ്ററി കനാലിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നു, അല്ലെ? ഓഡിറ്ററി കനാലിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നു. അപ്പൊ എക്സ്റ്റേണൽ ഇയറിന്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള പിന്നയുടെ എന്താണ് യൂസേജ് നമ്മൾ പഠിച്ചു. എന്താണ്? പിന്നെ ക്യാപ്ചർ ദ സൗണ്ട് വേവ്സ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ഡയറക്റ്റ് ടു ദ ഓഡിറ്ററി കനാൽ. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പറയുന്നു, പിന്നെ കഴിഞ്ഞാൽ തൊട്ടടുത്ത് ആരാണ്? ഓഡിറ്ററി കനാലാണ്, അല്ലെ? ഓഡിറ്ററി കനാലിന്റെ ജോലി എന്തായിരിക്കും? അതെ, ഈ ഇപ്പോ നമ്മുടെ പിന്നെ പിടിച്ചെടുത്ത് കൊടുത്ത ശബ്ദത്തെ എങ്ങോട്ടേക്ക് കടത്തി വിടണം? ചെവിയുടെ ഉൾവശത്തേക്ക് കടത്തി വിടണം. അപ്പൊ എന്ത് പറയണം? വിച്ച് അലൗ ദ പാസേജ് ഓഫ്, ഓഡിറ്ററി കനാൽ എന്ത് ചെയ്യുന്നു? വിച്ച് അലൗ ദ പാസേജ് ഓഫ് സൗണ്ട് വേവ്സ് ടു ദ ഇന്റേണൽ പാർട്ട് ഓഫ് ദ ഇയർ, അല്ലെ? ഇയറിന്റെ ഉൾവശത്തേക്ക് എന്തിനെ കടത്തി വിടുന്നു? ഫ്രീ ആയിട്ട് കടത്തി വിടുന്നു ഓഡിറ്ററി കനാലിലൂടെ. ഓഡിറ്ററി കനാലിന്റെ ജോലി അതാണ്, അല്ലെ? അപ്പോ ഈ ഓഡിറ്ററി കനാൽ ഈ ജോലി മാത്രമല്ല, ചെവിയുടെ ഉൾഭാഗത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നവരാണ് ഈ ഓഡിറ്ററി കനാലാണ്. അതിന് സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഓഡിറ്ററി കനാലിന്റെ എപ്പിത്തീലിയം, ഓഡിറ്ററി കനാലിന്റെ പുറമേയുള്ള ത്വക്ക്, അതിന്റെ സ്കിൻ, അതിന്റെ ഉള്ളിൽ കാണുന്ന എപ്പിത്തീലിയം എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഒരു പ്രത്യേകതരം സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുക. ആ സബ്സ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ഇയർ വാക്സ്. എന്താണ്? ഇയർ വാക്സ്. ഈ ഇയർ വാക്സിന്റെ പ്രത്യേകത, പുറമേ നിന്ന് ചെവിക്കുള്ളിലേക്ക് കയറി ചെല്ലുന്ന മിക്കവാറും പാത്തോജൻസ് എല്ലാം ഇതിൽ കുടുങ്ങി അവിടെ നിൽക്കും, അല്ലെ? നമ്മുടെ ചെവിയിൽ നിന്ന് എന്ത് ചെയ്യും? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇയർ വാക്സ് റിമൂവ് ചെയ്ത് കളയാറുണ്ട്. ആഴ്ചയിലും മാസത്തിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇയർ വാക്സ് റിമൂവ് ചെയ്ത് കളയാറുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ചിലയിടത്തൊക്കെ വായിച്ചിരിക്കും, ഇയർ വാക്സ് പൂർണ്ണമായി എന്ത് ചെയ്യരുത്? റിമൂവ് ചെയ്ത് കളയരുത്, അതിനുവേണ്ടി കട്ടിയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? അപ്പൊ ഈ ഇയർ വാക്സ് നമ്മുടെ ചെവിക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ്. കാരണം ഉള്ളിലേക്ക് ബാക്ടീരിയ, ഫംഗസ് പോലുള്ള പാത്തോജൻസ് ഒന്നും തന്നെ കയറാതെ ചെവിയെ സംരക്ഷിക്കുന്നത് ആരാണ്? ഈ ഇയർ വാക്സ് ആണ്. അപ്പൊ അത് പൂർണ്ണമായി നീക്കം ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. അത് പൂർണ്ണമായി നീക്കം ചെയ്യുക എന്ന് പറയുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഈ ഇയർ വാക്സ് എന്ത് ചെയ്യണം? നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കി, ഒരു സെക്രീഷൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി, അതിനെ എന്ത് ചെയ്യുക? ചെവിക്കുള്ളിൽ തന്നെ കുറച്ച് നിലനിർത്തുന്നത് തന്നെയാണ് നല്ലത്. കൂടുതലായാൽ നമ്മുടെ കേൾവി ശക്തിയെ ബാധിക്കും, അത് വേറെ ഒരു കാര്യം. ഇനി ഓഡിറ്ററി കനാൽ കഴിഞ്ഞ് തൊട്ടടുത്ത സൗണ്ട് വേവ്സ് എത്തുന്നത് എങ്ങോട്ടേക്കാണ്? ടിംപാനത്തിലേക്കാണ്. ടിംപാനം എന്താണ് ടിംപാനത്തിന്റെ പ്രത്യേകത? പറയൂ. അതെ, ടിംപാനമാണ് വൈബ്രേഷൻ, അതായത് സൗണ്ട് വേവ്സിനെ ഒരു സ്കിൻ വൈബ്രേഷൻ ആക്കി മാറ്റുന്നത്, അല്ലെ? ഒരു മെംബ്രേനിയസ് വൈബ്രേഷൻ ആക്കി മാറ്റുന്നത്. നിങ്ങൾ മൈക്ക് കണ്ടിട്ടുണ്ട് അല്ലേടെ? ഇങ്ങനെ ഇരിക്കുന്ന മൈക്ക്, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന മൈക്ക്. എന്താ ഇതിനകത്ത് ഒരു ചെറിയ ഡയഫ്രം ഇങ്ങനെ അവർ കൊടുത്തിട്ടുണ്ട്. അത് വളരെ നേർത്ത ഒരു മെംബ്രെയിൻ ആയിരിക്കും. അപ്പൊ ഞാൻ സംസാരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ മെംബ്രെയിൻ അവിടെ നിന്ന് വൈബ്രേറ്റ് ചെയ്യുന്നതനുസരിച്ചുള്ള സൗണ്ട് സിഗ്നലുകൾ, ഇലക്ട്രിക് സിഗ്നലുകളാണ് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അപ്പൊ നമ്മുടെ ചെവിയിലും അങ്ങനെ ഒരു വൈബ്രേഷൻ ഉണ്ടാവണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മെംബ്രെയിൻ ആണ് ഈ പറയുന്ന ടിംപാനം. ഇത് വളരെ തിന്നാണ്, ഇത് വളരെ തിൻ മെംബ്രെയിൻ ആണ്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ സൗണ്ടുകൾ വന്നാൽ പോലും അതിനെ കൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യാൻ കഴിയും? സെൻസിറ്റീവായിട്ട് അതിനൊത്ത് ചലിക്കാൻ അതിനെക്കൊണ്ട്, റെസണൻസ് ആയിട്ട് ചലിക്കാൻ അതിനെക്കൊണ്ട് പറ്റും. ഏതു തരം സൗണ്ട് വേവ് ആണോ വരുന്നത് അതിന്റെ ഉച്ചതയ്ക്കും അതിന്റെ ഫ്രീക്വൻസിക്കും അനുസരിച്ച് വൈബ്രേറ്റ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? ടിംപാനത്തിലുണ്ട്. അപ്പൊ ടിംപാനം എന്തെന്ന് പറയും? ടിംപാനം ഈസ് എ തിൻ മെംബ്രെയിൻ സീൻ ഇൻ ദ എക്സ്റ്റേണൽ ഇയർ. എക്സ്റ്റേണൽ ഇയറിന്റെ ഒരു പാർട്ടാണ് ടിംപാനം. അതൊരു തിൻ മെംബ്രെയിൻ ആണ് വിച്ച് വൈബ്രേറ്റ് ഇൻ ദ റെസണൻസ് വിത്ത് ദ സൗണ്ട് വേവ്. സൗണ്ട് വേവിന്റെ അതേ അനുപാതത്തിൽ എന്ത് ചെയ്യുന്നു? റെസണൻസ് ചെയ്യുന്നു, അല്ലെ? ചലിക്കുന്നു. അതാണ് ആര് ചെയ്യുന്നത്? ടിംപാനം ചെയ്യുന്നത്. ഓക്കെ ആണേ? ഇനി ടിംപാനവും കഴിഞ്ഞു. അപ്പൊ എക്സ്റ്റേണൽ ഇയറിന്റെ എല്ലാ പാർട്ടുകളും നമ്മൾ കഴിഞ്ഞു. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? പിന്നെ, ഓഡിറ്ററി കനാൽ ആൻഡ് ടിംപാനം. പിന്നെ പറ്റി നമ്മൾ എന്ത് പറഞ്ഞു? പുറമേ നിന്ന് വരുന്ന സൗണ്ട് വേവ്സിനെ ക്യാപ്ചർ ചെയ്ത് ഓഡിറ്ററി കനാലിലേക്ക് കടത്തിവിടുന്നു. ആ ഓഡിറ്ററി കനാൽ എന്ത് ചെയ്യുന്നു? യാതൊരു തടസ്സവും കൂടാതെ ആ സൗണ്ട് വേവ്സിനെ ടിംപാനത്തിനുള്ളിലേക്ക് കടത്തിവിടുന്നു.
ടിമ്പാനം ആ സൗണ്ട് വേവ്സിന്റെ റെസൊണൻസ് ആയിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, വൈബ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ എക്സ്റ്റേണൽ ഇയറിന്റെ 3 പാർട്ടുകളും നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങോട്ട് പോവുകയാണ്, ഇന്റേണൽ ഇയറിലേക്ക് പോവുകയാണ്. ഇനി നമ്മൾ ഇന്റേണൽ ഇയറല്ല മിഡിൽ ഇയറിലേക്ക് പോവാണ്. ഇന്റേണൽ പാർട്ടിലോട്ട് നമുക്ക് ഇയറിൽ കാണാൻ പറ്റാത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. ഇനി നമ്മൾ ചില സമയത്തൊക്കെ പറയാറുണ്ടല്ലേ, ഇയർ ബഡ്സ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് ഇട്ട് ഉപയോഗിക്കരുതെന്ന് പറയും അല്ലെ, ചെവിയുടെ ഉള്ളിലേക്ക് കടത്തി വിടരുതെന്ന് പറയും. കാരണം എന്താ, അറിയാതെ ടിമ്പാനത്തിലെങ്ങാനും തട്ടിയാൽ എന്ത് സംഭവിക്കും, ടിമ്പാനം പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. സാധ്യതയല്ല, ടിമ്പാനം പൊട്ടിപ്പോകും. കാരണം ടിമ്പാനം അത്രയ്ക്ക് നേർത്ത ഒരു മെംബ്രെയിനാണ്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യും, പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ടാണ് അതിൽ ജസ്റ്റ് ഒരു ടച്ചിങ് മതി. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മെംബ്രെയിനാണ്. ജസ്റ്റ് ഒരു ടച്ചിങ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, പൊട്ടിപ്പോകും. അതുകൊണ്ട് തന്നെ നമ്മളത് വളരെ കെയർഫുൾ ആയിട്ട് വളരെ പുറത്ത് വെച്ച് മാത്രമേ നമ്മൾ ഇയർ ബഡ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യാവൂ, ഇയർ ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നു മിഡിൽ ഇയർ അല്ലെ. മിഡിൽ ഇയർ ഏതൊക്കെയാണ് മിഡിൽ ഇയറിന്റെ പാർട്ടുകൾ? മിഡിൽ ഇയറിന്റെ പാർട്ടുകൾ ഏതൊക്കെയാണ് പറയട്ടെ. മിഡിൽ ഇയറിന്റെ പാർട്ടാണ് ഒന്നാമത്തത് ഇയർ ഓസിക്കിൾസ്. രണ്ടാമത്തെ പാർട്ടാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ്യൂൾ. അത് അതിന്റെ ഒരു പാർട്ട് മാത്രമാണ്, അതൊരു ഒരു മേജർ പാർട്ടായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷെ അതിന്റെ ഫംഗ്ഷൻ നിങ്ങൾ പഠിച്ചു വെച്ചോണം. യൂസ്റ്റേഷ്യൻ ട്യൂബ്യൂൾ. മറ്റൊരു പാർട്ടാണ് ഓവൽ വിൻഡോ. ഇപ്പൊ നമ്മൾ ഇയറിന്റെ സ്ട്രക്ചർ എങ്ങനെയാ പഠിച്ച, പുറത്ത് താണ്ടി ഇങ്ങനെ ഇരിക്കുന്ന ഒരു പിന്നെ അല്ലെ, പിന്നീട് നടുവിൽ നിന്നായിട്ട് ഉള്ളിലേക്ക് ഒരു ഓഡിറ്ററി കനാൽ ചെന്ന് അവസാനിക്കുന്നത് ഒരു ടിമ്പാനത്തിൽ നിന്നും ഇനി നമ്മൾ തുടങ്ങുകയാണ് അല്ലെ ഇയർ ഓസിക്കിൾസ്. എന്താണ് ഇയർ ഓസിക്കിൾ? ചെവിയിലെ ചെറിയ അസ്ഥികൾ. നമ്മൾ കേട്ടിട്ടുണ്ട് ചെവിയിൽ 3 അസ്ഥികൾ ഇരിപ്പുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഇരിക്കുന്നത്, ഏറ്റവും ചെറിയ ബോൺ ഇരിക്കുന്നത് എവിടെയാണ്? ഇയറിലാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ ബോണിന്റെ പേര്? അതെ, സ്റ്റേപ്പിസ് അല്ലെ, സ്റ്റേപ്പിസ്. അപ്പൊ ഈ ഇയർ ഓസിക്കിളുകൾ 3 എണ്ണമാണുള്ളത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തത് നമ്മൾ മാലിയസ് എന്ന് പറയും. മാലിയസ്. ഓക്കെ, മാലിയസ്, MALLEUS, മാലിയസ്. തൊട്ടടുത്തത് ഇൻകസ്. മൂന്നാമത്തത് സ്റ്റേപ്സ് എന്ന് എഴുതും, സ്റ്റേപ്പിയസ് എന്ന് വായിക്കും. ഓക്കെ, സ്റ്റേപ്സ് ഏതൊക്കെയാണ്? ഇയർ ഓസിക്കിളുകൾ ഏതൊക്കെയാണ്? മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്സ്. ഓക്കെ, അപ്പൊ മിഡിൽ ഇയറിൽ കാണപ്പെടുന്ന 3 അസ്ഥികളാണ് ഈ പറയുന്ന മാലിയസും ഇൻകസും സ്റ്റേപ്പിസും. ഓക്കെ, ഇനി ഓവൽ വിൻഡോ, യൂസ്റ്റേഷ്യൻ ട്യൂബ്. ഞാൻ ഈ മാലിയസും ഇൻകസും സ്റ്റേപ്പിയസും ഇങ്ങോട്ട് വരയ്ക്കട്ടെ. ഇങ്ങനെ ഇരിക്കുന്ന മാലിയസ്, അവിടെ നിന്നൊരു ആൻവിലിന്റെ ഷേപ്പിലിരിക്കുന്ന ഇൻകസ്, അവിടെ നിന്നും ഇവിടെ ഇങ്ങനെ ഒരു ഹോഴ്സ് ഷൂ ഷേപ്പാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കുന്ന സ്റ്റേപ്സ്. ഓക്കെ, സ്റ്റേപ്പിയസ് ചെന്ന് അവസാനിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഓവൽ വിൻഡോ എന്ന് പറയുന്ന ഒരു ഭാഗത്താണ്. അതും ഈ പറയുന്ന പോലെ ടിമ്പാനം പോലെ തന്നെ ഒരു മെംബ്രെയിനാണ്. ഇനി ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇനി എന്തിനാണ് ഈ ഒരു ഇയർ ഓസിക്കിൾസ് ഇവിടെ ഉള്ളത്? നമ്മൾ പറയട്ടെ, ഇയർ ഓസിക്കിൾസ് എന്തിനാണ് ചെവിയിലിരിക്കുന്നത്? നിങ്ങൾക്ക് തന്നെ സംശയം തോന്നിയിട്ടുണ്ടാകാം. ഈ ചെറിയ സൗണ്ട് വേവ്സിനൊക്കെ ഒത്ത് ടിമ്പാനം വൈബ്രേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അത് അത്രയ്ക്ക് തിന്നായതുകൊണ്ട് വൈബ്രേറ്റും ചെയ്യും. പക്ഷേ ഈ വൈബ്രേഷൻ എങ്ങനെയാണ് ചെവിക്കുള്ളിൽ വരെ എത്തുന്നത്? കാരണം ചെറിയൊരു വൈബ്രേഷൻ, നിങ്ങളുടെ അടുത്തിരുന്നൊരു മൊബൈൽ വൈബ്രേറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ പോക്കറ്റിൽ കിടന്ന് വൈബ്രേറ്റ് ചെയ്യാൻ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളിന് അറിയാൻ പറ്റുമോ? നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്കേ അറിയാൻ പറ്റത്തുള്ളൂ അല്ലെ, നിങ്ങളുടെ അത്രയും ഭാഗത്ത് സ്കിന്നിന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ അത്രയും ചെറിയൊരു വൈബ്രേഷൻ എങ്ങനെ നമ്മുടെ ചെവിയിൽ ടിമ്പാനത്തിലെത്തുന്ന ഒരു ചെറിയ വൈബ്രേഷൻ എങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെവിക്കുള്ളിൽ വരെ എത്തുന്നു? അതിന് കാരണമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ദാണ്ട് ഇവിടെ നോക്കിക്കേ, ടിമ്പാനം ഏതാണ്ട് ഇത്രയും സർഫസ് ഏരിയ ഉണ്ട് ടിമ്പാനത്തിന്. ടിമ്പാനം ഇച്ചിരി വലിയൊരു മെംബ്രെയിനാണ്. അപ്പൊ അതിന്റെ സർഫസ് ഏരിയ ഏതാണ്ട് 3.2 ഓക്കെ, സോറി 55 മില്ലിമീറ്റർ സ്ക്വയർ വരും. 55 മില്ലിമീറ്റർ സ്ക്വയർ ടിമ്പാനത്തിന്റെ
സർഫസ് ഏരിയ ഏതാണ്ട് 55 മില്ലിമീറ്റർ സ്ക്വയർ വരും. എന്നാൽ ഈ സ്റ്റേപ്സ് അല്ലേ, ഈ ചലനത്തെ ഇവിടെ ഉണ്ടാകുന്ന ഈ വൈബ്രേഷനെ ഇപ്പത്തെ സൈഡിൽ കൊടുക്കുന്ന ആരാ? സ്റ്റേപ്സാ. ഇത് മാലിയസ്, ഇത് ഇൻകസ്, ഇത് സ്റ്റേപ്സ് അല്ലെ. ഈ സ്റ്റേപ്സ് ആണ് ഈ ചലനത്തെ ഇനി അറ്റത്ത് വന്ന് ഈ ഓവൽ വിൻഡോയ്ക്ക് കൊടുക്കുന്നത്. അപ്പൊ ഈ ഓവൽ വിൻഡോയുടെ ഇവിടുത്തെ വിസ്തീർണം, ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് എത്ര വരുമെന്ന് അറിയാമോ? വെറും 3.2 മില്ലിമീറ്റർ സ്ക്വയറേ വരും. 3.2 മില്ലിമീറ്റർ സ്ക്വയറേ വരും. നിങ്ങൾ 8ാം ക്ലാസ്സിൽ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്തോ പഠിച്ചത്? പ്രഷർ എന്ന് പറയുന്നത് സർഫസ് ഏരിയയ്ക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ദാറ്റ് മീൻസ് പ്രഷർ കൂടണമെങ്കിൽ സർഫസ് ഏരിയ കുറയണം. ഇവിടെ ആക്ട് ചെയ്ത ഫോഴ്സ് തന്നെയാണ് ഇങ്ങോട്ട് വരുന്നിടത്ത് ആക്ട് ചെയ്യുന്നത് അല്ലെ? ഒരേ വൈബ്രേഷൻ തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ അവിടെ വ്യത്യാസപ്പെട്ടത് എന്തുവാ? ഇവിടുത്തെ സർഫസ് ഏരിയയെക്കാളും കുറവാണ് ഇവിടുത്തെ സർഫസ് ഏരിയ. എത്രയോ മടങ്ങ് കുറവാണ് അല്ലെ? അപ്പം ഇവിടെ എത്തുന്ന സൗണ്ട് വേവ്സ് ഏതാണ്ട് ഇവിടെ എത്തുമ്പോഴേക്ക് അതിന്റെ പ്രഷർ 22 ടൈംസ് കൂടും. നിങ്ങളുടെ കൺഫ്യൂഷൻ അങ്ങ് മാറാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും ചെറിയ ശബ്ദം എങ്ങനെയാണ് നമ്മുടെ ചെവിക്കുള്ളിൽ കേൾക്കുന്നത് എന്നുള്ള കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇവിടെ 55 മില്ലിമീറ്റർ സ്ക്വയർ ആണ് ഇവിടുത്തെ ഏരിയ. എന്നാൽ സ്റ്റേപ്സിന്റെ അറ്റത്തിന്റെ ഏരിയ എത്രയാണ്? 3.2 മില്ലിമീറ്റർ സ്ക്വയർ. എത്രയോ ഇരട്ടി കുറവാണ് അല്ലെ? എത്രയോ ഇരട്ടി, ഏതാണ്ട് 20 ഇരട്ടിയോളം കുറവാണ് അല്ലെ? അപ്പൊ ആ 20 മടങ്ങ് കൂടും. ഇവിടെ അനുഭവപ്പെടുന്ന പ്രഷർ എത്ര കൂടും? 20 മടങ്ങോളം കൂടും. അതായത് ഇവിടെ നടക്കുന്ന ചെറിയൊരു വൈബ്രേഷൻ ഇവിടെ എത്തുമ്പോൾ നല്ലൊരു വൈബ്രേഷൻ ആയിട്ടായിരിക്കും എവിടെ തട്ടുന്നത്? ഓവൽ വിൻഡോയിൽ തട്ടുന്നത്. ഓക്കെ, ഓവൽ വിൻഡോയിൽ തട്ടുന്നത്. ഇനി രണ്ട് ചെവിയുടെ ഈ ഭാഗത്ത് നിന്നാണ് താഴോട്ട് ഇങ്ങനെ ഒരു ട്യൂബ് ഉണ്ട്. ഈ ഭാഗത്ത് നിന്നായിട്ട് താഴോട്ട് ഒരു ട്യൂബ്. ഈ ട്യൂബിനെയാണ് ഞാൻ ഇവിടെ എഴുതിയത് യൂസ്റ്റേഷ്യൻ ട്യൂബ്. ഈ ആണ് ആദ്യമേ യൂസ്റ്റേഷ്യൻ, EUST അങ്ങനെയാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മിഡിൽ ഇയറിലെ അല്ലെങ്കിൽ ഇയറിന്റെ ഇന്റീരിയർ പാർട്ടിലെ പ്രഷർ അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്, പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ ബന്ധിപ്പിക്കുന്നത് ഇയറിന്റെ ഈ മിഡിൽ ഭാഗത്തെ ഫാരിങ്സുമായാണ് ബന്ധിപ്പിക്കുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചു ഫാരിങ്സ് എന്താണെന്നൊക്കെ. ഈ ഭാഗത്തെയാണ് നമ്മൾ ഫാരിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഫാരിങ്സുമായിട്ടാണ് ബന്ധപ്പെടുത്തുന്നത്. അവിടെ എന്തിരിപ്പുണ്ട്? എയർ ഇരിപ്പുണ്ട്. അപ്പൊ ഇവിടെ എപ്പോഴെങ്കിലും ഒരു പ്രഷറിൽ ഡിഫറൻസ് ഉണ്ടായാൽ എന്ത് സംഭവിക്കും? ഇപ്പൊ എപ്പോഴും ഇതാണ്ട് ഇത് കിടന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തോണ്ടിരിക്കുക. ചില സമയത്ത് ഇവിടുത്തെ എയർ ചൂടാവാം, മേളിലോട്ടൊക്കെ പോകാം. അപ്പൊ അവിടെ പ്രഷറിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവും അല്ലെ? പ്രഷറിൽ അങ്ങനെ വലിയൊരു ഡിഫറൻസ് ഉണ്ടായാൽ ഇത് പൊട്ടിപ്പോകും. നിങ്ങളുടെ ഒരു ബലൂണിന് വെളിയിൽ ചെറിയൊരു പ്രഷറിൽ ഒരു ഡിഫറൻസ് ഉണ്ടായാൽ എന്ത് ചെയ്യും? ആ ബലൂൺ വലിഞ്ഞങ്ങ് പൊട്ടിപ്പോകത്തില്ല. ഉള്ളിൽ പ്രഷർ കൂടിയാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ വെളിയിലോട്ടായാൽ അങ്ങ് പൊട്ടിപ്പോകും. പൊട്ടിപ്പോകാതിരിക്കാൻ അവിടുത്തെ പ്രഷർ കറക്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള ജോലിയാണ് ആർക്കുള്ളത്? യൂസ്റ്റേഷ്യൻ ട്യൂബിന് ഉള്ളത്, യൂസ്റ്റേഷ്യൻ ട്യൂബ്യൂളിന് ഉള്ളത്. ഒന്ന് യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയണം, അല്ലെങ്കിൽ യൂസ്റ്റേഷ്യൻ ട്യൂബ്യൂൾ, രണ്ടും ശരിയാണ്. യൂസ്റ്റേഷ്യൻ ട്യൂബിന് ഉള്ളത്. അപ്പൊ എന്താണ് യൂസ്റ്റേഷ്യൻ ട്യൂബ്? വിച്ച് അഡ്ജസ്റ്റ് ദ പ്രഷർ ഇൻസൈഡ് ദ മിഡിൽ ഇയർ. മിഡിൽ ഇയറിലെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുക. ദെൻ പ്രൊട്ടക്ട് ദ ടിംബാനം ഫ്രം ബ്രേക്കിംഗ് അല്ലെ? ടിംബാനം പൊട്ടിപ്പോകുന്നത് കുറയ്ക്കുന്നത്, തടയുന്നത് ആരാണ്? ഈ പറയുന്ന യൂസ്റ്റേഷ്യൻ ട്യൂബ്യൂളാണ്. ഇപ്പൊ മനസ്സിലായി അല്ലെ? ഇയർ ഓസിക്കിൾസിന്റെ യൂസ്റ്റേഷ്യൻ ട്യൂബിന്റെയും ജോലി മനസ്സിലായി. എന്തൊക്കെയാണ്? അപ്പൊ മിഡിൽ ഇയറിന് 3 പാർട്ടുകളാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ്? ഒന്നാമത് നമ്മൾ പഠിച്ചു ഇയർ ഓസിക്കിൾസ്, പിന്നെ യൂസ്റ്റേഷ്യൻ ട്യൂബ്യൂള്, അടുത്ത് നമ്മൾ പഠിച്ചു ഓവൽ വിൻഡോ. ഓവൽ വിൻഡോ നമ്മൾ പറഞ്ഞില്ല, ഇപ്പൊ പറയാം. അപ്പൊ ഇയർ ഓസിക്കിളുകൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്സ്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്സ്. അതിന്റെ മുന്നിന്റെ ഷേപ്പ് ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. നമ്മുടെ മാലിയസിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഹോഴ്സ് ഷൂ ഷേപ്പ്, ഇൻകസ് ആൻവിൽ ഷേപ്പ്, സ്റ്റേപ്സ് സ്റ്റേപ്പിന്റെ തന്നെ ഷേപ്പാണ് എന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അത് പോട്ടെ, അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. അപ്പൊ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്സ്. അപ്പൊ ഇതിൽ കൂടെ 3-ലൂടെ ഈ വൈബ്രേഷൻ എവിടെ എത്തുന്നു? സ്റ്റേപ്സിന്റെ അറ്റത്ത് എത്തുന്നു. അപ്പൊ അവിടെ നടക്കുന്ന പ്രവർത്തനം എന്താണ്? ഏതാണ്ട് ടിംബാനത്തിന് 55 മില്ലിമീറ്റർ, ഏതാണ്ട് 20 ഇരട്ടിയോളം എന്ത് കൂടുതലാണ്? സർഫസ് ഏരിയ ആരേക്കാൾ കൂടുതലാണ്? സ്റ്റേപ്സിനേക്കാൾ കൂടുതലാണ്. അപ്പോ ഈ സമയത്ത് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അപ്പൊ 20 ഇരട്ടിയോളം പ്രഷർ എവിടെ കൂടും? 55-ൽ നിന്ന് 32-ല് 3.2-ലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? 20 ഇരട്ടിയോളം പ്രഷർ കൂടും. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഒരു ചെറിയ വൈബ്രേഷൻ പോലും ഇവിടെ എത്തുമ്പോൾ നല്ല വലിയ ഒരു ഫ്രീക്വൻസിയുള്ള വൈബ്രേഷൻ ആയിട്ടായിരിക്കും എവിടെ എത്തുക? ഏതാണ്ട് ആ സ്റ്റേപ്സിന്റെ അറ്റത്തെത്തുക. അവിടെ നിന്നാണല്ലോ ഓവൽ വിൻഡോയിലേക്ക് പോകുന്നത്. അവിടെ നിന്നാണ് ഈ വൈബ്രേഷൻ എങ്ങോട്ടേക്ക് പോകുന്നത്? ഓവൽ വിൻഡോയിലേക്ക് പോകുന്നത്. ഓവൽ വിൻഡോയുടെ ജോലി എന്ന് പറഞ്ഞാൽ കണക്ട് ദ സൗണ്ട് വേവ്സ്, അല്ലെങ്കിൽ പാസേജ് ഓഫ് സൗണ്ട് വേവ്സ് ടു ദ ഇന്റേണൽ ഇയറിലേക്ക്, ഉൾഭാഗത്തുള്ള നമ്മുടെ ഇന്റേണൽ ഇയറിലേക്ക് എന്തിനെ?
സൗണ്ട് വേവ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക, സൗണ്ട് വേവ്സിനെ വൈബ്രേഷൻ ആയിട്ട് തന്നെ ഉള്ളിലേക്ക് കടത്തി വിടുക. അതാ ഈ ഭാഗത്തായിട്ട് ഇവിടെ ഇരിക്കുന്നതാണ് ഓവൽ. ഇത് ഇവിടെ ഇന്റേണൽ ഇയർ ആണ്, ഇതിനുള്ളിലേക്ക് എന്താണ് ഇന്റേണൽ ഇയർ ആണ്. ഇവിടെ ഇരിക്കുന്ന സാധനമാണ് ഓവൽ വിൻഡോ. ഇതിന്റെ താഴെയായിട്ട് വേറൊരു വിൻഡോ ഉണ്ട്, റൗണ്ട് വിൻഡോ എന്ന് പറയും. താഴെയുള്ളത് റൗണ്ട് വിൻഡോ. ഈ വൈബ്രേഷൻ ഇതുവഴി ഇന്റേണൽ ഇയറിൽ പോയിട്ട് എവിടെ തിരിച്ചു വരുമെന്ന് അറിയാമോ? ഈ റൗണ്ട് വിൻഡോയിലേക്ക് തിരിച്ചു വരും. ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ, അതിപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്റേണൽ ഇയർ പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ മിഡിൽ ഇയറിന്റെ 3 പാർട്ടുകൾ മനസ്സിലായല്ലോ. ഏതൊക്കെയാണ്? ഇയർ ഓസിക്കിൾസും യൂസ്റ്റേഷൻ ട്യൂബും ഓവൽ വിൻഡോയും മനസ്സിലായി. ഓക്കെ, ഇന്ന് നമുക്ക് ഇന്റേണൽ ഇയറിലേക്ക് പോകാം. ഇന്റേണൽ ഇയറിന്റെ പ്രധാനപ്പെട്ട പാർട്ടുകളാണ്. ഇന്റേണൽ ഇയറിലേക്ക് പോകാം. അതിനുമ്പോൾ ഞാൻ ഇത് റെക്കോർഡ് ആവുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, റെക്കോർഡ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത്രയും പിന്നിലായിപ്പോയി, പാഠം ഇത്രയും പിന്നിലായിപ്പോയി എന്ന് നിങ്ങളുടെ സാറ് പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു റെക്കോർഡിങ് ട്യൂഷൻ സെൻറ്റർ വരുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഇതൊന്ന് കിട്ടിക്കോട്ടെ. ഈ ഒരു റെക്കോർഡിങ് നിങ്ങൾ കേട്ടിട്ടിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത്രയും ഒരു ഇതിൽ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്ലാരിറ്റിയിലൊക്കെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് അടുത്ത നമുക്ക് നോക്കാം. ഏതാണ്? ഇന്റേണൽ ഇയർ. ഇന്റേണൽ ഇയർ ഏറ്റവും ചെവിയുടെ ഏറ്റവും ഉൾഭാഗത്തുള്ള ഭാഗം, നമ്മുടെ കേൾവിക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഭാഗം. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കേൾവി എന്ന അനുഭവത്തിൻ്റെ ആ സ്റ്റിമുലസിന് വെക്കുന്ന ഒരു ഇമ്പൾസ് ഉണ്ടാക്കുന്നത് ആരായിരിക്കും? ഈ ഇന്റേണൽ ഇയർ ആയിരിക്കും. ഇന്റേണൽ ഇയർ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം, ഇന്റേണൽ ഇയർ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്റേണൽ ഇയർ നമുക്ക് പഠിക്കാനുള്ളത് ഈ പറയുന്നത് പോലെ തന്നെ 2-3 പാർട്ടാണ്. ഞാനിവിടെ ആദ്യമേ ഒന്ന് വരയ്ക്കാം. ഇങ്ങനെ ഇരിക്കുന്ന 3 കുഴലുകൾ. ഇത് പഠിക്കുന്നതിന് മുമ്പേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പഠിക്കാം. ഇന്റേണൽ ഇയർ നമ്മുടെ സ്കള്ളിനുള്ളിലാണ് ഇരിക്കുന്നത്, അല്ലെ? തലയോടിനുള്ളിലാണ് ഇരിക്കുന്നത്. തലയോടിനുള്ളിൽ ചെറിയൊരു കാർട്ടിലേജ് കൊണ്ടുണ്ടാക്കിയ ഒരു ബോക്സ് പോലെ, ഒരു കേജിനുള്ളിലാണ് ഇവയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ബോണി ലാബിരിന്ത്. ബോണി ലാബിരിന്ത്. ലാബിരിന്ത്, ബോണി ലാബിരിന്ത് എന്ന് പറയും. ബോണി ലാബിരിന്ത് എന്ന് പറയും. ഓക്കെ, ഇനി ഇതിന്റെ ഉള്ളിൽ, ഈ ബോൺസിനുള്ളിൽ, ഇതിപ്പോ എന്താണെന്ന് ഇപ്പൊ ഞാൻ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ബോൺസിന് ഉള്ളിൽ ഇതുപോലെ തന്നെ വേറൊരു മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞ ഒരു ഭാഗമുണ്ട്. അതിനെയാണ് നമ്മൾ മെംബ്രേനിയസ് ലാബിരിന്ത് എന്ന് പറയുന്നത്. മെംബ്രേനിയസ് ലാബിരിന്ത്, ലാബിരിന്ത് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലതുപോലെ അത് മനസ്സിലാവും. അതാണ് നമ്മുടെ ഇന്റേണൽ ഇയറിന്റെ പാർട്ടിനെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇത് ഇന്റേണൽ ഇയറിന്റെ ഒരു പാർട്ടാണ്. ഇതിന് താഴേക്ക് താണ്ടെ ഇങ്ങനെ ഒരു വലിയ സാധനം. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഇന്റേണൽ, ഒരു ഒച്ചിനെ പോലെ, അല്ലെ? ഒരു ഒച്ചിനെ പോലെ ഇരിക്കുന്ന ഭാഗം. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഇതാണ്ട് ഇതിന്റെ ഉള്ളിൽ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പുറമേ താണ്ട് ഇതുണ്ടാക്കിയിരിക്കുന്ന ഒരു കാർട്ടിലേജ് കൊണ്ടാണ്. ഒരു പ്രത്യേകതരം ബോണുകളാണ് ഈ കാർട്ടിലേജ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലേ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബോൺസിനെയാണ് നമ്മൾ കാർട്ടിലേജ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ പുറമേ ഉള്ള ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. താണ്ട ഇങ്ങനെ ഇരിക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഏതുകൊണ്ടാണ്? ഈ കാർട്ടിലേജ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. താണ്ട ഇതൊരു കൂട് പോലെ ഇരിക്കുകയല്ലേ. അപ്പൊ ഇതിനുള്ളിലാണ് എന്തൊക്കെയോ കിടക്കുന്നത്. അപ്പൊ കാർട്ടിലേജ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ കാർട്ടിലേജസ് ആയിട്ടുള്ള ഈ ഒരു കേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബോണി ലാബിരിന്ത് എന്ന് പറയുന്നത്. കണ്ടോ, ബോണി ലാബിരിന്ത്. അല്ലാതെ അത് പ്രത്യേക ഒരു ബോക്സ് ഒന്നും അല്ല, ഇതിട്ട് അടച്ചു വെച്ചിരിക്കുന്ന ഒരു ബോക്സ് ഒന്നും അല്ല. അതാണ്ട് ഇതിപ്പോ ഇങ്ങനെ ഇരിക്കുകയല്ലേ, ഒരു കേജ് പോലെ ഇരിക്കുകയല്ലേ. ഇതിനുള്ളിലാണ് സാധനങ്ങളെല്ലാം കിടക്കുന്നത്. മനസ്സിലായില്ലേ? ഈ അസ്ഥിക്ക് ഉള്ളിലാണ് എന്ത് കിടക്കുന്നത്? സാധനങ്ങളെല്ലാം കിടക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ബോണി ലാബിരിന്ത് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഉള്ളിലൂടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദാണ്ട് ഇങ്ങനെ കുറെ മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മെംബ്രെയിനുകൾ കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞിരിക്കുകയാണ്. അകത്ത് ഈ കിടക്കുന്നത് മെംബ്രെയിനാണ്. അല്ലെങ്കിൽ ഞാൻ വേറൊരു മഷിയുണ്ട്, നമുക്ക് വരയ്ക്കാം അവിടെ. അതെ, ഇതിന്റെ ഉള്ളിൽ ഈ കാണുന്നത് ഈ കാണുന്നത് ഒരു മെംബ്രെയിനാണ്. അതാണ്ട് ഇങ്ങനെ ഞാൻ വരയ്ക്കുന്നത് എന്താണ്? മെംബ്രെയിനാണ്. അതാണ്ട് ഇതിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ മെംബ്രെയിൻസ് പോകുന്നുണ്ട്. ഇതിനുള്ളിലൂടെ അതുപോലെ തന്നെ എന്തുണ്ട്?
ഇങ്ങനെ മെംബ്രെയിൻസ് പോകുന്നുണ്ട്, ഇങ്ങനെ ഉള്ളിലൂടെ എന്ത് വരുന്നുണ്ട്, മെംബ്രെയിൻസ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ കണ്ട ഇങ്ങോട്ട് ഈ മെംബ്രെയിനുകൾ വന്ന് ഇവിടെ വന്ന് കൂട്ടിമുട്ടുകയാണ്. കണ്ട ഇങ്ങനെ പോകുന്നു, ഇവിടുന്ന് അടുത്ത മെംബ്രെയിൻ ഇങ്ങനെ പോകുന്നു. അകത്ത് മെംബ്രെയിനും ഉണ്ട്, 2 മെംബ്രെയിനുകൾ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു മെംബ്രെയിൻ, ഇവിടെ ഇങ്ങനെ ഒരു മെംബ്രെയിൻ, അതിന്റെ പുറത്താണ് ബോണി ലാബിരിന്ത്. അപ്പൊ ഈ മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന ഭാഗം, ബോണി ലാബിരിന്തിനുള്ളിൽ മെംബ്രെയിൻ ഉള്ള ആ മെംബ്രെയിനെ പറയുന്ന പേരാണ് മെംബ്രേനിയസ് ലാബിരിന്ത്. അതാണ് നമ്മൾ ഇവിടെ എഴുതി, മെംബ്രേനിയസ് ലാബിരിന്ത്. എന്തൊക്കെയാണ് പറഞ്ഞത്? സ്കള്ളിനുള്ളില് നമ്മുടെ ഇയറിന്റെ ഇന്റേണൽ ഇയറിലെ ഉണ്ടാക്കിയിരിക്കുന്നത് ചില ബോൺസ് കൊണ്ടുള്ള കേജ് കൊണ്ടാണ്. കണ്ട, ദ ഇന്റേണൽ ഇയർ ഈസ് മേഡ് അപ്പ് ഓഫ് ഇൻസൈഡ് ദ സ്കൾ വിച്ച് ഈസ് മേഡ് അപ്പ് ഓഫ് എ സ്പെഷ്യലൈസ്ഡ് ബോൺസ്, ബോൺ കേജ്, ബോൺസിന്റെ ഒരു കേജ് കൊണ്ടാണ്. അതാണ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബോണിന്റെ കേജ് കൊണ്ടാണ്. ആ ബോണിന്റെ കേജിനെ നമ്മൾ പറയുന്ന പേരാണ് ബോണി ലാബിരിന്ത്. ഇതെന്ന് പറയും ബോണി ലാബിരിന്ത്. ഇനി ആ ബോണി ലാബിരിന്തിന് ഉള്ളിൽ ഇങ്ങനെ അതാണ്ട് ഞാൻ ഈ ചുമന്ന ഇങ്ക് കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഒരു പൊതി ഉണ്ട്. അങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന ആ മെംബ്രെയിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെംബ്രേനിയസ് ലാബിരിന്ത് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇന്റേണൽ ഇയർ, മെംബ്രേനിയസ് ലാബിരിന്ത് എന്ന് പറയുന്നത്. ഇനി ഈ ബോണി ലാബിരിന്തിനും മെംബ്രേനിയസ് ലാബിരിന്തിനും ഇടയിൽ ഒരു പ്രത്യേകതരം ലിക്വിഡ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതാണ് ഞാൻ ഈ കുത്തിടുന്ന ഭാഗത്ത്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ മെംബ്രേനിയസ് ലാബിരിന്ത്, ഇവിടെ ബോണി ലാബിരിന്ത്, വെളിയിൽ ബോണി ലാബിരിന്ത്. ഇതിന്റെ രണ്ടിനും ഇടയിൽ ഒരു പ്രത്യേകതരം ലിക്വിഡ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ആ ലിക്വിഡിന്റെ പേരാണ് പെരിലിംഫ്. എന്താണ്? പെരിലിംഫ്. ഇനി ഇതിനുള്ളിൽ ദാണ്ട് ഈ മെംബ്രെയിനുള്ളിൽ ദാണ്ട് ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന ഈ മെംബ്രെയിന് ഉള്ളിൽ എന്തുണ്ടെന്ന് അറിയാമോ? അവിടെ ഒരു ലിക്വിഡ് നിറഞ്ഞിട്ടുണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് എൻഡോലിംബ്. എൻഡോലിംബ്. അപ്പൊ പെരിലിംബ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണെന്ന് പറയണം. പെരിലിംബ് ഈസ് ദ ഫ്ലൂയിഡ് ഫിൽഡ് ഇൻ ബിറ്റ്വീൻ ബോണി ലാബിരിന്ത് ആൻഡ് മെംബ്രേനിയസ് ലാബിരിന്ത്. ബോണി ലാബിരിന്തിനും മെംബ്രേനിയസ് ലാബിരിന്തിനും ഇടയിൽ കാണുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെരിലിംഫ് എന്ന് പറയുന്നത്. എൻഡോലിംബ് എന്താണെന്ന് ചോദിച്ചാലോ, എൻഡോലിംബ് ഈസ് ദ ഫ്ലൂയിഡ് ദാറ്റ് ഫിൽസ് ഇൻസൈഡ് ദ മെംബ്രേനിയസ് ലാബിരിന്ത്. മെംബ്രേനിയസ് ലാബിരിന്തിന്റെ ഉള്ളിൽ കാണുന്നത് ഈ ഭാഗത്ത് കാണുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എൻഡോലിംബ് എന്ന് പറയുന്നത്. എൻഡോലിംബ് എന്ന് പറയുന്നത്. അപ്പൊ ചെവി ഇന്റേണൽ ഇയറിൽ മുഴുവൻ എന്ത് നിറഞ്ഞു നിൽക്കുകയാണ്? എൻഡോലിംബും പെരിലിംബും നിറഞ്ഞു നിൽക്കുകയാണ്. പെരിലിംബ് കുറച്ചേ കാണത്തുള്ളൂ, എൻഡോലിംബ് കൂടുതൽ. ഇവിടെ എല്ലാം എൻഡോലിംബാണ്. അതുകൊണ്ട് ഇവിടെ എല്ലാം എൻഡോലിംബ് ഇങ്ങനെ, ഇവിടെ അല്ല, ഇവിടെ ഹോളോയാണ്, അവിടെ ഒന്നുമില്ല. ഇവിടെ എൻഡോലിംബും അതിന്റെ പുറമേ ഉള്ള ഈ ഭാഗത്തായിട്ട് പെരിലിംബും നിറഞ്ഞു നിൽക്കുകയാണ്. കണ്ടോ? അപ്പൊ പെരിലിംബ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലിക്വിഡ് ദാറ്റ് ഫിൽസ് ഇൻ ബിറ്റ്വീൻ ബോണി ലാബിരിന്ത് ആൻഡ് മെംബ്രേനിയസ് ലാബിരിന്ത്. ബോണി ലാബിരിന്തിനും മെംബ്രേനിയസ് ലാബിരിന്തിനും ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന ഫ്ലൂയിഡിനെയാണ് പെരിലിംബ് എന്ന് പറയുന്നത്. മെംബ്രേനിയസ് ലാബിരിന്തിന് ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഫ്ലൂയിഡിനെയാണ് എൻഡോലിംബ് എന്ന് പറയുന്നത്. എൻഡോലിംഫ് എന്ന് പറയുന്നത്. ഓക്കെ ആണ്? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണ്. അപ്പൊ ഇനിയാണ് നമ്മൾ ഇന്റേണൽ സ്ട്രക്ചറിലേക്ക് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇങ്ങോട്ട് നോക്കിയോ. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ബോണി ലാബിരിന്ത് എന്താണെന്ന് മനസ്സിലായി, മെംബ്രേനിയസ് ലാബിരിന്ത് എന്താണെന്ന് മനസ്സിലായി, അതുപോലെ തന്നെ പെരിലിംബ് എൻഡോലിംബ് എന്താണെന്ന് മനസ്സിലായി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്കിനി അടുത്ത കാര്യം പഠിക്കാൻ വളരെ വളരെ എളുപ്പമാണ്. അപ്പൊ അവിടെ നമുക്ക് അടുത്ത കാര്യം പഠിക്കാം. അടുത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇതിന്റെ സ്ട്രക്ചർ ഞാനിപ്പോ വരച്ചു അല്ലെ? 3 എണ്ണം ഞാൻ ഇങ്ങനെ വരച്ചു. ഇത് 3 കനാലുകളാണ് അല്ലെ? എന്താകൃതിയിലുള്ള കനാലുകളാണ്? സെമി സർക്കുലാർ ആകൃതിയിലുള്ള കനാലുകളാണ്. ശരിയല്ലേ? സെമി സർക്കുലാർ ആയിട്ടുള്ള ആകൃതിയിലുള്ള കനാലുകളാണ്. ഇതിനെ അപ്പൊ നമ്മൾ സെമി സർക്കുലാർ കനാൽ എന്ന് പറയും. എന്തെന്ന് പറയും? സെമി സർക്കുലാർ കനാൽ. സെമി സർക്കുലാർ കനാൽ എന്ന് പറയും. ഇനി ഈ സെമി സർക്കുലാർ കനാലുകളെല്ലാം വന്നു ചേരുന്നത് ഒരു വേർതിരിക്കുന്ന ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഭാഗത്താണ്. ഇതിനെ നമ്മൾ വെസ്റ്റിബ്യൂൾ എന്ന് പറയും. മലയാളത്തിന് വെസ്റ്റിബ്യൂൾ എന്ന് തന്നെയാണ്. വെസ്റ്റിബ്യൂൾ എന്ന് പറയും. വെസ്റ്റിബ്യൂൾ ഇവിടെ നിന്നും ഇങ്ങോട്ടൊരു സാധനത്തിലേക്ക് നീളുന്നുണ്ട്. ഈ രീതിയിൽ ഇരിക്കുന്ന സ്നെയിലിന്റെ ഷെല്ല് പോലെ ഇരിക്കുന്ന, ഒച്ചിന്റെ പുറന്തോട് പോലെ ഇരിക്കുന്ന ഒരു ഭാഗത്തേക്ക് ചെന്ന് ചേരുന്നു. അതിനെ പറയുന്ന പേരാണ് കോക്ലിയ. കണ്ടോ കോക്ലിയയുടെ സ്പെല്ലിങ്? കോക്ലിയ. അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? കോക്ലിയ എന്ന് പറയുന്നു. അപ്പോ ഇവിടെ സെമി സർക്കുലാർ കനാൽ, വെസ്റ്റിബ്യൂള്, അതുപോലെ കോക്ലിയ. അപ്പൊ ഈ ട്യൂബ് എടുത്ത് ഇങ്ങനെ ചുറ്റി വെച്ചതുപോലെ ഇരിക്കുകയല്ലേ കോക്ലിയ? ഇവിടുന്ന് വന്ന ഈ ട്യൂബിനെ ഇങ്ങനെ ചുറ്റി വെച്ചതുപോലെ ഇരിക്കുകയാണ് കോക്ലിയ.
അപ്പോൾ ഈ 3 ഭാഗങ്ങളാണ് ഇന്റേണൽ ഇയറിനകത്തുള്ളത്. ഇത് ബോണി ലാബിരിന്ത്, ഇതിന്റെ ഉള്ളിലൂടെ എന്ത് പോകുന്നുണ്ട്, മെംബ്രൈനസ് ലാബിരിന്ത് ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, അകത്ത് എൻഡോലിംബ്, പുറത്ത് പെരിലിംബ്. ഇവിടെ അതുപോലെ അകത്ത് എൻഡോലിംബ് ഉണ്ട്, പുറത്ത് പെരിലിംബ് ഉണ്ട്. ശരിയല്ലേ? പുറമേ ഇരിക്കുന്നത് പെരിലിംബ്, അകത്ത് കിടക്കുന്നത് എൻഡോലിംബ്. അങ്ങനെ ഇരിപ്പുണ്ട്. ഇനി ഇവരെ രണ്ടുപേരെ നമ്മൾ ഇപ്പൊ തൽക്കാലത്തേക്ക് ഇങ്ങോട്ട് മാറ്റി നിർത്തുക. ആരെയൊക്കെയാണ്? സെമി സർക്കുലർ കനാലിനെയും വെസ്റ്റിബ്യൂളിനെയും നമ്മൾ മാറ്റി നിർത്തുകയാണ്. അവയ്ക്ക് കേൾവിയിൽ യാതൊരു പങ്കുമില്ല. അവർ നമ്മുടെ ബോഡി ബാലൻസിങ്ങിനാണ് സഹായിക്കുന്നത്. അപ്പൊ സെമി സർക്കുലർ കനാലും വെസ്റ്റിബ്യൂളും എന്തിനാണ് സഹായിക്കുന്നത്? ബോഡി ബാലൻസിങ്ങിനാണ് സഹായിക്കുന്നത്. ഈ കോക്ലിയ മാത്രമാണ് നമ്മളെ എന്തിനു സഹായിക്കുന്നത്? ഹിയറിങ്ങിന് സഹായിക്കുന്നത്. ഹിയറിങ്ങിന് സഹായിക്കുന്നത്. എങ്ങനെയാണത് ഹിയറിങ്ങിന് സഹായിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇങ്ങോട്ട് നോക്കിക്കോണേ. കോക്ലിയ മാത്രം ഞാൻ ഇവിടെ നിന്ന് എൻലാർജ് ചെയ്ത് വരയ്ക്കാം. കോക്ലിയ മാത്രം. ഇവിടെ ഇരിക്കുന്ന കോക്ലിയ ഇങ്ങനെയല്ലേ കോക്ലിയ ഇരിക്കുന്നത്? ഇങ്ങനെ ഇരിക്കുന്ന കോക്ലിയ. ഇവിടെ നിന്ന് എന്ത് വരുന്നുണ്ട്? ഇവിടെ നിന്നാണ് വെസ്റ്റിബ്യൂൾ ഇങ്ങനെ താഴോട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന കോക്ലിയ. അപ്പൊ ഇതൊരു ട്യൂബ് എടുത്ത് ചുരുട്ടി വെച്ചതുപോലെ ഇരിക്കുകയല്ലേ? അപ്പൊ ഇതേ പടം തന്നെ ട്യൂബിനെ നൂത്ത് നിങ്ങൾ അതിനകത്ത് വരച്ചിട്ടുണ്ട്, പുസ്തകത്തിനകത്ത് വരച്ചിട്ടുണ്ട്. ഈ ട്യൂബിനെ നൂത്ത് വരച്ചിരിക്കുന്ന ഒരു പടം പുസ്തകത്തിനകത്ത് വരച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ അങ്ങനെയല്ല പഠിക്കുന്നത്. അതിനു മുമ്പ് ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യുന്നു? മുറിക്കുന്നു. ഇതിൽ ഒരു ട്യൂബ് ആക്കിയിട്ട് ഒരു ട്യൂബിനെ ഞാൻ മുറിക്കുന്നു. മുറിച്ചിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ച് നോക്കുന്നു. ആ ട്യൂബിനെ ഞാൻ തിരിച്ചു പിടിച്ച് നോക്കുന്നു. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന കോക്ലിയെ ഞാൻ അല്പം ഇവിടെ ഇങ്ങനെ നൂത്തിട്ട് ഇവിടെ അങ്ങ് മുറിക്കുന്നു. മുറിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കുന്നു. നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നത് പുറമെ ഒരു ബോണി ലാബിരിന്ത്. ശരിയല്ലേ? ആ ട്യൂബ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബോണി ലാബിരിന്ത്. അതിനുള്ളിലൂടെ ഒരു മെംബ്രേനിയസ് ലാബിരിന്ത്. അതിനുള്ളിലൂടെ എന്ത്? ഒരു മെംബ്രേനിയസ് ലാബിരിന്ത്. കുറച്ചുകൂടെ തിന്നായിട്ട് വരയ്ക്കാം നമുക്ക്. ബോണി ലാബിരിന്തും മെംബ്രേനിയസ് ലാബിരിന്തും തമ്മിലുള്ള ഇടം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതിന്റെ ഇടയ്ക്കാണ് കുറച്ച് സ്ഥലമേ ഉള്ളൂ. ഉള്ളിലൊരു മെംബ്രേനിയസ് ലാബിരിന്ത്, പുറമെ ഒരു എന്ത്? ബോണി ലാബിരിന്ത്. ഇതിന്റെ ഇടയ്ക്ക് കിടക്കുന്ന ഫ്ലൂയിഡ് ഏതാ? ഈ ഭാഗത്ത് കിടക്കുന്ന ഫ്ലൂയിഡ് ഏതാ? പെരിലിംബ്. അതിന്റെ ഉള്ളിൽ എൻഡോലിംബ്. ഓക്കെ, അതിന്റെ ഉള്ളില് എൻഡോലിംബ്. ഇനി ഞാൻ വരയ്ക്കുന്നത് ശ്രദ്ധിച്ചോണേ. ഇവിടുന്ന് ഞാൻ ഇങ്ങനെ വരച്ചു. ഇനി ഇവിടെ ഞാൻ ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചു. ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ 3 ചേംബറുകൾ കാണാം. ശരിയല്ലേ? ഇത് ഓരോ മെംബ്രേനിയസ് ലാബിരിന്തുകളാണ്. ഇത് ബോണി ലാബിരിന്തുമാണ്. ഈ ബോണി ലാബിരിന്തിനുള്ളിൽ നിങ്ങൾക്ക് 3 ചേംബറുകൾ കാണാം. ശരിയല്ലേ? 3 ചേംബറുകൾ കാണാം. ഇതിൽ ഈ ചേംബറിനെ നിങ്ങൾ അപ്പർ ചേംബർ എന്ന് വിളിക്കും. അപ്പർ ചേംബർ, മുകളിലുള്ള ചേംബർ ആയതുകൊണ്ട് ഇതിനെ നമ്മൾ അപ്പർ ചേംബർ എന്ന് വിളിക്കും. ഈ ചേംബറിനെ നിങ്ങൾ മിഡിൽ ചേംബർ എന്ന് വിളിക്കും. മിഡിൽ ചേംബർ എന്ന് വിളിക്കും. താഴെയുള്ള ചേംബറിനെ നിങ്ങൾ ലോവർ ചേംബർ എന്ന് വിളിക്കും. അപ്പൊ കോക്ലിയെ നമ്മൾ എന്തെടുക്കുക? ആ ട്യൂബ് ഒന്ന് അഴിച്ചമിച്ച് ആ ട്യൂബിനെ മുറിച്ച് വെച്ച് നോക്കിയാൽ ഇങ്ങനെയായിരിക്കും കാണാൻ കഴിയുക. ഏതൊക്കെ? അപ്പർ ചേംബർ, മിഡിൽ ചേംബർ, ലോവർ ചേംബർ. മനസ്സിലായല്ലോ? ഇങ്ങനെ ഇരിക്കുന്ന കോക്ലിയെ നമ്മളൊന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ട്യൂബ് കിട്ടും. ആ ട്യൂബിനെ ഞാൻ ഇങ്ങനെ ഒന്ന് മുറിച്ച് നോക്കി കഴിഞ്ഞാൽ എനിക്ക് അവിടെ കാണാൻ പറ്റുന്നത് ഇങ്ങനെ 3 ചേംബറുകളായിരിക്കും. ഏതൊക്കെയാ? അപ്പർ ചേംബർ, മിഡിൽ ചേംബർ ആൻഡ് ലോവർ ചേംബർ. ഇനി നമ്മുടെ പ്രധാന ഭാഗം എന്ന് പറയുന്നത്, കേൾവിയെ സഹായിക്കുന്ന പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഈ മിഡിൽ ചേംബറിനും ലോവർ ചേംബറിനും ഇടയിലിരിക്കുന്ന ഈ മെംബ്രെയിനാണ്. ഞാനിപ്പോൾ ഈ കറുപ്പിച്ച ഭാഗം, മിഡിൽ ചേംബറിനും ലോവർ ചേംബറിനും ഇടയിലിരിക്കുന്ന ഈ മെംബ്രെയിൻ. ഈ മെംബ്രെയിനെ നമ്മൾ പറയുന്ന പേരാണ് ബേസിലാർ മെംബ്രെയിൻ. എന്തെന്ന് പറയും? ബേസിലാർ മെംബ്രെയിൻ എന്ന് പറയും. Basilar membrane is the membrane that is seen in between lower chamber and middle chamber of the cochlea. കോക്ലിയയുടെ ലോവർ ചേംബറിനും മിഡിൽ ചേംബറിനും ഇടയിൽ കാണപ്പെടുന്ന ഒരു ചെറിയ മെംബ്രെയിൻ, അതിനെ നമ്മൾ പറയുന്ന പേരാണ്, അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന മെംബ്രെയിൻ, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ബേസിലാർ മെംബ്രെയിൻ. ഇനി ഈ ബേസിലാർ മെംബ്രെയിനകത്ത് എന്തിരിപ്പുണ്ടെന്ന് അറിയാമോ? ചില സെൻസറി ഹെയർസ് ഇരിപ്പുണ്ട്. ഇങ്ങനെ മുകളിലേക്ക് ഉന്തി നിൽക്കുന്ന ചില സെൻസറി ഹെയർസ്. ശരിക്കും അവയാണ് ഓഡിറ്ററി റിസപ്റ്റേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കണ്ണിനകത്ത് കോൺ സെല്ലും റോഡ് സെല്ലുമാണ് ഓഡിറ്ററി ലൈറ്റ് റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഓഡിറ്ററി റിസപ്റ്റേഴ്സ് ആയിട്ടിരിക്കുന്ന ആരാണ്? ഇവിടെ ഇരിക്കുന്ന ഈ സെൻസറി ഹെയർസ് ആണ്. എവിടെ ഇരിക്കുന്ന? ബേസിലാർ മെംബ്രെയിനിലിരിക്കുന്ന സെൻസറി ഹെയർസ് ആണ്.
ഓക്കെ. അപ്പോൾ ഈ ബേസിലാർ മെമ്പറൈനെയും സെൻസറി ഹെയർസിനെയും കൂടി ചേർത്ത് നമ്മൾ ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയും. ഓർഗൻ ഓഫ് കോർട്ടി. എന്താണ് ഓർഗൻ ഓഫ് കോർട്ടി? ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? the basilar membrane and the sensory hairs together called organ of Corti. എന്താണ്? ബേസിലാർ മെമ്പറൈനെയും സെൻസറി ഹെയറിനെയും കൂടെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണെന്ത്? ഓർഗൻ ഓഫ് കോർട്ടി എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്? ഓർഗൻ ഓഫ് കോർട്ടി എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ കോക്ലിയയ്ക്ക് 3 ചേമ്പറുകളുണ്ട്. അപ്പർ ചേമ്പർ, മിഡിൽ ചേമ്പർ ആൻഡ് ലോവർ ചേമ്പർ. മിഡിൽ ചേമ്പറിനും ലോവർ ചേമ്പറിനും ഇടയിൽ കാണുന്ന മെമ്പറൈനെയാണ് ബേസിലാർ മെമ്പറൈൻ എന്ന് വിളിക്കുന്നത്. ബേസിലാർ മെമ്പറൈനിൽ കാണപ്പെടുന്ന സെൻസറി ഹെയർസ് ആണ് ശരിക്കും ഇയറിലിരിക്കുന്ന ഓഡിറ്ററി റിസപ്റ്റർ. ഈ ഓഡിറ്ററി റിസപ്റ്റർ ഈ ബേസിലാർ മെമ്പറൈനെയും ഈ ഓഡിറ്ററി റിസപ്റ്ററായ സെൻസറി ഹെയറിനെയും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് ഓർഗൻ ഓഫ് കോർട്ടി. ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി എങ്ങനെയാണ് കേൾവി സാധ്യമാകുന്നത് നോക്കിക്കോ. നമ്മളിപ്പോ ഓവൽ വിൻഡോ വരെ സൗണ്ട് വേവ്സ് എത്തി. ഓവൽ വിൻഡോ ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ഇപ്പുറത്തോട്ട് മാലിയസും ഇൻകസും സ്റ്റേപ്പിയസും ഒക്കെ ഇങ്ങോട്ട് ഇരിപ്പുണ്ട്. ഇവിടെ പിന്നെ ഇരിപ്പുണ്ട് കനാല്, ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ടിംബാനം ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെയാണ് സ്റ്റേപ്പിയസ് വന്ന് അവസാനിക്കുന്നത്. സ്റ്റേപ്പിയസ് ഇവിടെ എന്ത് കൊടുക്കുന്നു? പ്രഷർ കൊടുക്കുന്നു. അതനുസരിച്ച് ഓവൽ വിൻഡോ അനങ്ങുന്നു. ആ ഓവൽ വിൻഡോയുടെ അനക്കം ശരിക്കും പറഞ്ഞാൽ ഏത് ഫ്ലൂയിഡിലോട്ടാണ് ഈ അനക്കം കൊടുക്കുന്നത്? ഇവിടെയുള്ള പെരിലിംഫ് അല്ലെ? പെരിലിംഫിൽ നിന്ന് എൻഡോലിംഫ്. കണ്ടോടെ, ബോണി ലാബിരിന്തിനും മെംബ്രേനിയസ് ലാബിരിന്തിനും ഇടയ്ക്കുള്ള പെരിലിംഫിലേക്കാണ് ആദ്യമേ ഈ മൂവ്മെന്റ് കൊടുക്കുന്നത്. എന്നിട്ട് അവിടുന്ന് എങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു? ഈ പറയുന്ന എൻഡോലിംബിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. എൻഡോലിംബിൽ ഒരു ചലനം ഉണ്ടായാൽ അത് ഇങ്ങോട്ടും 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 എല്ലാം ചലനം ഉണ്ടാക്കത്തില്ലേ? ഉണ്ടാക്കിയാൽ ഇവിടെ എല്ലാം ഇരിക്കുന്ന അതാണ് നമ്മൾ ഇവിടെ മുറിക്കുകയാണ്. ഇവിടെ മുറിച്ചാൽ അതാണ് ഇങ്ങനെ 3 ചേമ്പറുകളായിട്ടല്ലേ ഇരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ 3 ചേമ്പറുകളായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പർ ചേമ്പർ, മിഡിൽ ചേമ്പർ, ലോവർ ചേമ്പർ. അപ്പൊ ഈ മിഡിൽ ചേമ്പറിനും ലോവർ ചേമ്പറിനും ഇടയ്ക്കുള്ള ബേസിലാർ മെമ്പറൈൻ്റെ അടുത്ത് കിടക്കുന്ന എൻഡോലിംഫ് കിടന്ന് അനങ്ങത്തില്ലേ ഇവിടെ ഉണ്ടാവുന്ന സൗണ്ടിനനുസരിച്ച്. അപ്പൊ ഓരോ ഫ്രീക്വൻസി ഉള്ള സൗണ്ടും ഇതിന്റെ ഓരോ ഭാഗത്തുള്ള ഏതാണ് സ്വീകരിക്കുന്നത്? സെൻസറി ഹെയർസ് ആണ് സ്വീകരിക്കുന്നത്. ഓരോ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട്, ഫ്രീക്വൻസി കൂടുതലുള്ള സൗണ്ട് ആണെങ്കിൽ ആ ഭാഗത്തുള്ള സെൻസറി ഹെയർസ് ആയിരിക്കും അത് ഉപയോഗിക്കുന്നത്, അതിനെ സ്വീകരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ട്യൂബിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു സെൻസറി ഹെയർ എന്ത് ചെയ്തിരിക്കും? മിക്കവാറും എല്ലാ ഫ്രീക്വൻസിയും ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് ഓരോ ഫ്രീക്വൻസിയും മേടിച്ചോണ്ടിരിക്കും. അപ്പൊ നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു മാക്സിമം ഫ്രീക്വൻസി, ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ട് അല്ല? അതിനിടയ്ക്കുള്ള എല്ലാ സൗണ്ടിനെയും കോക്ലിയയിലുള്ള ഓരോ ഭാഗങ്ങൾ കേൾക്കും. മിക്കവാറും ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യത്തില്ല, വൈകല്യങ്ങളൊന്നും ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. വൈകല്യം ഉണ്ടാകുന്നത് ടിംബാനത്തിലാണ്. ഈ കേൾവിക്കുറവ് ഉണ്ടാകുന്നത് കൂടുതലും ടിംബാനത്തിന് കട്ടി കൂടി പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ വൈബ്രേഷൻ ഒന്നും അതിനകത്ത് അടിക്കത്തില്ല. അപ്പൊ കൊച്ചു ശബ്ദങ്ങളൊന്നും കേൾക്കാൻ പറ്റത്തില്ല. അതിനാണ് നമ്മൾ ഈ ഹിയറിംഗ് എയ്ഡ് ഒക്കെ വെക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ ഇങ്ങോട്ടുള്ള ഭാഗങ്ങൾ സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാകാറില്ല. ഉണ്ടായാൽ തന്നെ കോക്ലിയ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റും. കോക്ലിയ നമുക്ക് പുതിയതായിട്ട് വെച്ച് പിടിപ്പിക്കാനൊക്കെ പറ്റും. അതിനൊന്നും കുഴപ്പമില്ല. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഈ പറയുന്നത് പോലെ ഇയറിനുള്ളിലെ എവിടുന്ന് എങ്ങോട്ട്, ഞാനിപ്പോ അതിന്റെ ഫ്ലോ ചാർട്ട് ഒന്ന് വരയ്ക്കാൻ പറഞ്ഞാൽ എങ്ങനെ വരയ്ക്കും? ഹിയറിംഗിന്റെ ഫ്ലോ ചാർട്ട് ഒന്ന് വരയ്ക്കാൻ പറഞ്ഞാൽ വളരെ എളുപ്പമാണ് വരയ്ക്കാൻ അല്ലേ? എങ്ങനെ പോകുന്നു? സൗണ്ട് വേവ്സ് അവിടെ നിന്ന് തുടങ്ങുന്നു. സൗണ്ട് വേവ്സ് എന്ന് തുടങ്ങുന്നു. സൗണ്ട് വേവ്സ് അതെങ്ങോട്ടേക്ക് പോകുന്നു? പിന്നയിൽ നിന്ന് ഓഡിറ്ററി കനാൽ, ഓഡിറ്ററി കനാലിൽ നിന്ന് ടിംബാനം, ടിംബാനത്തിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നു? ഇയർ ഓസിക്കിൾസ് അല്ലെ? 3 ഇയർ ഓസിക്കിൾസ്. ഏതാണ് അതിന്റെ ഓർഡർ? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിയസ്. അങ്ങനെ തന്നെ പഠിക്കണം. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിയസ്. ഇയർ ഓസിക്കിൾസിൽ നിന്ന് ഓവൽ വിൻഡോ. ഞാൻ ഇങ്ങോട്ട് എഴുതാം. ഇതൊരു പക്ഷേ കൺഫ്യൂഷൻ തോന്നിയാലോ നിങ്ങൾക്ക്? ഇങ്ങോട്ട് എഴുതാം. ഓവൽ വിൻഡോ. ഓവൽ വിൻഡോയിൽ നിന്ന് ഏത് ലിംഫ്? പെരിലിംഫോ എൻഡോലിംഫോ? പെരിലിംഫ് അല്ലെ? ബോണി ലാബിരിന്തിനും മെംബ്രേനിയസ് ലാബിരിന്തിനും ഇടയിലുള്ള പെരിലിംഫിൽ നിന്ന് എങ്ങോട്ട്? എൻഡോലിംബിൽ നിന്നും അത് ബേസിലാർ മെംബ്രെയിനിൽ എത്തുന്നു അല്ലെ? ബേസിലാർ മെംബ്രെയിൻ, അവിടെ ഇരിക്കുന്ന സെൻസറി ഹെയർ, ബേസിലാർ മെംബ്രെയിൻ, സെൻസറി ഹെയർ, അവിടെ നിന്ന് സെൻസറി ഹെയറിൽ നിന്ന് എന്തുണ്ടാകുന്നു? ഇമ്പൾസ് അല്ലെ? സെൻസറി ഹെയർ അവിടെ നിന്ന് അനങ്ങും. ആ അനക്കത്തിനൊത്ത് എന്തുണ്ടാകും? അവിടെ നിന്ന് ഇമ്പൾസ് ഉണ്ടാകും. ആ ഇമ്പൾസ് എങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു? ബ്രെയിനിലെ
സെറിബ്രത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. ശരിയല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ഹിയറിംഗ് എന്ന് പറയുന്ന കാര്യം പഠിച്ചു കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു പഠിച്ചത്? എക്സ്റ്റേണൽ ഇയറിന്റെ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? പിന്നെ ഓഡിറ്ററി കനാൽ ആൻഡ് ടിംപാനം. പിന്നെ നമ്മൾ പഠിച്ചു അതിന്റെ ഉള്ളിലുള്ള മിഡിൽ ഇയറിലെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ടിംപാനം കഴിഞ്ഞ് ഇയർ ഓസിക്കിൾസ്, 3 ഇയർ ഓസിക്കിൾസ്, മാലിയസ്, ഇൻകസ്, ടേപ്പിയസ് എന്ന് പറയുന്ന 3 ഇയർ ഓസിക്കിൾസ്. പിന്നെ ഓവൽ വിൻഡോ, യൂസ്റ്റേഷൻ ട്യൂബ്യൂൾ. അല്ലെ, യൂസ്റ്റേഷൻ ട്യൂബ്യൂളിന് കേൾവിയുമായിട്ട് ബന്ധമൊന്നുമില്ല. അതിനുള്ളിലെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഏത് യൂസ്റ്റേഷൻ ട്യൂബ്യൂൾ. അതിനുശേഷം ഇരിക്കുന്ന ഓവൽ വിൻഡോയിലൂടെ എങ്ങോട്ടേക്ക് ചെല്ലുന്നു? കോക്ലിയയ്ക്കുള്ളിലേക്ക്, ഇന്റേണൽ ഇയറിലേക്ക് എന്ത് കടക്കുന്നു? സൗണ്ട് വേവ്സ് കടക്കുന്നു. ആ സൗണ്ട് വേവ്സ് അവിടെ നിന്ന് പെരിലിംഫിൽ നിന്ന് എൻഡോലിംഫിലേക്ക് മാറി, എൻഡോലിംഫിൽ നിന്ന് ബേസിലാർ മെംബ്രെയിനിലെത്തി, ബേസിലാർ മെംബ്രെയിനിലിരിക്കുന്ന സെൻസറി ഹെയർസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് അവിടെ നിന്ന് എന്തുണ്ടാകുന്നു? ഒരു ഇമ്പൾസ് ഉണ്ടാകുന്നു. ആ ഇമ്പൾസ് ബ്രെയിനിലെത്തിയാണ് നമ്മൾ എന്ത് കേൾക്കുന്നത്? ശബ്ദങ്ങൾ കേൾക്കാറുള്ളത്. നമുക്ക് കേൾക്കാൻ കഴിയുന്ന പരമാവധി ശബ്ദത്തിന്റെ ഉച്ചത എന്ന് പറയുന്നത് 140 ഡെസിബൽ ആണ്. ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഡെസിബൽ. അപ്പൊ നമുക്ക് കേൾക്കാൻ കഴിയുന്ന മാക്സിമം ശബ്ദം എന്ന് പറയുന്നത് എത്രയാണ്? 140 ഡെസിബൽ ആണ്. dB അല്ലെങ്കിൽ ഡെസിബൽ ആണ്. ഓക്കെ, അപ്പൊ ഇതിന് മുകളിലോട്ടുള്ള ശബ്ദം നമ്മൾ കേട്ടാൽ ഒന്നുകിൽ ചെവി അല്പസമയത്തേക്ക് കേൾക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോകും, അല്ലെങ്കിൽ ചെവി എന്നേക്കുമായി എന്ത് ചെയ്യും? കേൾവി നഷ്ടപ്പെടും. കുറച്ച് സമയത്തേക്കെങ്കിലും കേൾക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകും. ഇതിലും വലിയ ശബ്ദങ്ങളൊക്കെ കേട്ട ഹൈ വൈബ്രേഷൻസ് ഉള്ള സൗണ്ട് പരമാവധി ഒഴിവാക്കണം. ഇനി നമുക്ക് ഇയറിന്റെ ഒരു കാര്യം കൂടെ പറയാനുള്ളൂ. എന്താണ്? എങ്ങനെയാണ് ഇയർ ബോഡി ബാലൻസ് ചെയ്യുന്നത്? ഇയർ ഏത് രീതിയിലാണ് ബോഡി ബാലൻസ് ചെയ്യുന്നത്? ബോഡി ബാലൻസ് ഏത് രീതിയിലാണ് നടക്കുന്നത്? ബോഡി ബാലൻസ് അവിടെ നമ്മൾ പറഞ്ഞു 2 കാര്യങ്ങളാണ് അവിടെ നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാ? ഒന്ന് സെമി സർക്കുലാർ കനാലുകൾ, അല്ലെ, സെമി സർക്കുലാർ കനാലുകൾ. മറ്റൊരാളുടെ പേര് നമ്മൾ പറഞ്ഞു വെസ്റ്റിബ്യൂൾ. ഇവിടെ അപ്പുറത്ത് നമ്മൾ പറഞ്ഞില്ലേ, ബ്രെയിനിലേക്ക് ഈ ഓഡിറ്ററി ഇമ്പൾസിനെ കൊണ്ടുപോകുന്ന നെർവ് ഏതായിരിക്കും? ഓഡിറ്ററി നെർവ് ആയിരിക്കും. ഏതായിരിക്കും? ഓഡിറ്ററി നെർവ്. കോക്ലിയയിൽ നിന്ന് പുറത്തു പോകുന്ന ഓഡിറ്ററി നെർവ്സ് ആയിരിക്കും കൊണ്ടുപോകുന്നത്. ഇവിടെ വെസ്റ്റിബ്യൂൾ. ഓക്കെ, ഏതൊക്കെയാണ്? സെമി സർക്കുലാർ കനാലും വെസ്റ്റിബ്യൂൾ. അപ്പൊ നമ്മൾ ഇവിടെ സെമി സർക്കുലാർ കനാലുകൾ നേരത്തെ വരച്ചതുപോലെ വരച്ചു. ഇങ്ങനെ വരച്ചു. 3 ഡയറക്ഷനിലാണ് ഇരിക്കുന്നത്. ഒന്ന് ഇങ്ങനെ ഇരിക്കുന്നതെങ്കിൽ ഒന്ന് അതിന് നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഇരിക്കുന്നു, ഒന്ന് നേരെ തിരിഞ്ഞിരിക്കുന്നു, നേരെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ നമ്മുടെ തല ഏത് രീതിയിലാണ് ചലിക്കുന്നത് അതാണ് അത് ഡിറ്റക്ട് ചെയ്യുക. അതാണ്ട് ഇങ്ങനെ 3 രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ, ഇങ്ങനെ ഇരിക്കുകയല്ലേ. ഇതിന്റെ താഴെ വെസ്റ്റിബ്യൂൾ ഇങ്ങനെ ഇരിക്കുകയാണ്. വെസ്റ്റിബ്യൂളിൽ നിന്ന് ഒരു തരം നെർവുകൾ മുകളിലേക്ക് പോകുന്നത്. ഇതിനെ നമ്മൾ വെസ്റ്റിബുലാർ നെർവ് എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? വെസ്റ്റിബുലാർ നെർവ് എന്നാണ് പറയുന്നത്. വെസ്റ്റിബുലാർ നെർവ് അതാണ്ട് ഇവിടെ വെസ്റ്റിബ്യൂളിൽ നിന്ന് പോകുന്നത്. അപ്പൊ ഇവിടെയും എന്ത് കിടപ്പുണ്ട്? പുറത്ത് പെരിലിംബും കിടപ്പുണ്ട്, അകത്ത് എന്തും കിടപ്പുണ്ട്? ഇവിടെ എല്ലാം എൻഡോലിംബും കിടപ്പുണ്ട്. അതാണ്ട് ഇവിടെ എൻഡോലിംബും കിടപ്പുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് നോക്കിക്കേ, ഇത് താണ്ട് ഇങ്ങനെയായിരിക്കുന്നത്. മീൻസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ തല നിങ്ങൾ ഇങ്ങോട്ടും തിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇത് ഇങ്ങനെ തിരിയുമ്പോൾ ഇതിൽ കിടക്കുന്ന എൻഡോലിംബും അങ്ങോട്ടും തിരിയത്തില്ലയോ? ഈ രീതി മൂവ് ചെയ്യത്തില്ലയോ? തല നിങ്ങൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പൊ നിങ്ങളുടെ തല ഇപ്പൊ നേരെ എങ്ങനെ ഇരിക്കുന്നതെന്ന് അവർക്ക് അറിയാൻ പറ്റും, അല്ലെ? ഈ സെൻസറി ഹെയർസിന്. ഇനി ഇത് നേരെയായിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ തല ഇങ്ങനെ ആട്ടുകയാണെങ്കിൽ അതിന് എന്തറിയാൻ പറ്റും? എങ്ങോട്ടാണ് ഇരിക്കുന്നത് എന്നറിയാൻ പറ്റും. എന്താണ്ട് തല ഇപ്പൊ ഇങ്ങനെ ഞാൻ ആക്കി, അപ്പൊ എൻഡോലിംബ് അത്രയും ഭാഗം ഇങ്ങോട്ട് തിരിഞ്ഞാണ്, അല്ലെ? ഇങ്ങനെ തല ആട്ടുന്ന സമയത്ത് എത്ര മാത്രമാണെന്ന് അറിയാൻ പറ്റും. ഇനി ഇതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നേരെ തിരിഞ്ഞാണ് ഇരിക്കുന്നത്. ഇതിപ്പോ ഇങ്ങനെയാണ് ഇരുന്നത്, ഇതിങ്ങനെയാണ് ഇരുന്നത്, ഇതിങ്ങി വെർട്ടിക്കലായിട്ടാണ് ഇരിക്കുന്നത്. വെർട്ടിക്കലായിട്ടിരിക്കുമ്പോൾ എന്താണ്? ഇങ്ങനെ നിങ്ങൾ തലയാട്ടുന്നത് അറിയാൻ പറ്റും. മുന്നിലേക്കും പിന്നിലേക്കും തല ചലിപ്പിക്കുന്നത് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഹെഡ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മുടെ ബോഡിയുടെ തുലനാവസ്ഥ ആര് നോക്കുന്നത്? ഈ എൻഡോലിംബ് നോക്കുന്നത്. കണ്ട, ഇങ്ങനെ ഈ രീതിയിൽ തല ഇങ്ങനെ അനക്കുന്നു. ഇത് അറിയാൻ വേണ്ടിയിട്ട് തിരിക്കുന്നു, അതറിയാൻ വേണ്ടിയിട്ട് ഒക്കെ എന്തുണ്ട്? ഇതിനകത്ത് മൂന്ന് ഡയറക്ഷനിലിരിക്കുന്ന 3 സെമി സർക്കുലർ കനാലുകളുണ്ട്. അതനുസരിച്ച് എന്ത് ചെയ്യും? ഇതിനുള്ളിലെ എൻഡോലിംബ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങും. ആ അനക്കം എവിടെ എത്തും? വെസ്റ്റിബ്യൂളിൽ എത്തും. വെസ്റ്റിബ്യൂളിലെ എൻഡോലിംബ് അതനുസരിച്ച് അനങ്ങും. അതിനൊത്ത് ഇതിന്റെ എല്ലാ സൈഡുകളിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തിരിപ്പുണ്ട്? സെൻസറി ഹെയറുകൾ ഇരിപ്പുണ്ട്. സെമി സർക്കുലർ കനാലിലും ഇരിപ്പുണ്ട്, വെസ്റ്റിബ്യൂളിലും ഇരിപ്പുണ്ട്. എന്താണ്? സെൻസറി ഹെയറുകൾ, ചെറിയ ഹെയറുകൾ. ആ സെൻസറി ഹെയറിലൂടെയാണ് ബോഡി ബാലൻസിങ്ങിനുള്ള സന്ദേശം എവിടേക്ക് ചെല്ലുന്നത്? ബ്രെയിൻ അത് മനസ്സിലാക്കി ഇപ്പൊ നമ്മുടെ തല ഏത് രീതിയിലിരിക്കുന്നത് അതനുസരിച്ച് നമ്മുടെ ബോഡിയെ ക്രമമാക്കി വെക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ കറങ്ങുന്ന സമയത്ത് ഒരേ ഡയറക്ഷനിൽ നിന്ന് കറങ്ങിക്കൊണ്ടിരുന്ന നിന്നാലും കുറച്ച് സമയത്തേക്ക് ചുറ്റുന്നത് പോലെ തോന്നുന്നത്. കാരണം എന്താ? ആ കറക്കത്തിന്റെ കൂടെ ഇവിടെ കിടക്കുന്ന എൻഡോലിംബ് എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങുന്നുണ്ട്. അപ്പൊ കുറെ നമ്മൾ നിന്നാലും
ഇല്ല ഇനേർഷ്യ മൂലം, നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്, ഇനേർഷ്യ മൂലം എന്ത് ചെയ്യും, കുറച്ച് സമയം കൂടെ എൻഡോലിംബ് അവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. നിങ്ങൾ ചായ ഇങ്ങനെ ഇട്ട് കറക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ചായയോ എന്തെങ്കിലും വെള്ളം ഒരു പാത്രത്തിലെടുത്ത് കറക്കിക്കൊണ്ടിരുന്ന വെറുതെ വെച്ചാലും കുറച്ച് സമയം കൂടെ അത് കിടന്ന് കറങ്ങത്തില്ല. അതുപോലെ ഇതിനകത്തൂടെ കുറച്ച് സമയം കൂടെ, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സും കൂടെ അത് എന്ത് ചെയ്യും, കറങ്ങിക്കൊണ്ടിരിക്കും. അതാണ് നിങ്ങളുടെ ബ്രെയിൻ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റാത്തത്, നിങ്ങൾക്ക് തറയിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ കറങ്ങുകയാണോ, ആ ഒരു കൺഫ്യൂഷൻ ആർക്കുണ്ടാവുന്നു, ബ്രെയിനുണ്ടാവുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, അവിടെ ഉറച്ചു നിൽക്കാൻ കഴിയാത്തത്. ഓക്കെയാണ്. അപ്പൊ അതിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. സെമി സർക്കുലർ കനാലിന്റെയും വെസ്റ്റിബ്യൂളിന്റെ ഒറ്റ ജോലിയേ ഉള്ളൂ, ഈ ഇതിനൊത്ത ഒരു ഇമ്പൾസ് എങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക, ബ്രെയിനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക. ബ്രെയിനിൽ നമ്മുടെ ഇതിനെ സഹായിക്കുന്ന, ബോഡി ബാലൻസിങ്ങിനെ സഹായിക്കുന്ന ഭാഗം ഏതാ, സെറിബ്രം എന്ന് എഴുതരുത്, സെറിബെല്ലമാണ്. ഏതാണ്, സെറിബെല്ലമാണ്. അവിടെ തെറ്റിപ്പോരുത്. നിങ്ങൾ പഴയ ഓർമ്മയിൽ നമ്മുടെ എല്ലാം സഹായിക്കുന്നത് സെറിബ്രം ആണല്ലോ എന്ന് കരുതി സെറിബ്രം തന്നെ എഴുതി വെക്കും. പക്ഷെ ബോഡി ബാലൻസിങ്ങിന് നമ്മളെ സഹായിക്കുന്നത് സെറിബെല്ലമാണ്. അത് ഓർത്ത് വെച്ചോണേ. അപ്പൊ അതിന്റെ ഒരു ചാർട്ട് നമ്മുടെ അടുത്ത് വരയ്ക്കാൻ പറഞ്ഞാൽ, ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ പറഞ്ഞാൽ എങ്ങനെ വരയ്ക്കും, വളരെ എളുപ്പത്തിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. എങ്ങനെ വരയ്ക്കാൻ പറ്റും, ബോഡി മൂവ്മെന്റ് അതെവിടെ എത്തുന്നു, സെമി സർക്കുലാർ കനാലുകൾ അവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നു, വെസ്റ്റിബ്യൂള്, അവിടെ നിന്ന് ലിംബ് അല്ലെ, എൻഡോലിംബ്, അവിടെ നിന്ന് സെൻസറി ഹെയർസ്, കുറച്ച് വിശദമാക്കി എഴുതിയാൽ ഇങ്ങനെ എഴുതാം, എൻഡോലിംബ്, അവിടെ നിന്ന് സെൻസറി ഹെയർസിൽ നിന്ന് എങ്ങോട്ട്, വെസ്റ്റിബ്യൂളിൽ നിന്ന് വെസ്റ്റിബുലാർ നെർവ് വഴി, ഏത് നെർവ് വഴി, വെസ്റ്റിബ്യൂളിൽ നിന്നും വെസ്റ്റിബുലാർ നെർവ് വഴി എങ്ങോട്ടേക്ക് പോകുന്നു, ബ്രെയിനിലെ സെറിബെല്ലത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇയറുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് നമ്മൾ കഴിഞ്ഞു, ബോഡി ബാലൻസിങ് നമ്മൾ കഴിഞ്ഞു. അപ്പൊ ഇത് നിങ്ങൾ ഈ വീഡിയോ കേട്ട് നോക്കിയിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക. ഞാൻ തിങ്കളാഴ്ച വന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമല്ലോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഈ വീഡിയോ സംബന്ധിച്ചുണ്ടെങ്കിൽ അപ്പോൾ എന്നോട് ചോദിക്കണം. ഇന്ന കാര്യം എന്തെങ്കിലും ഒന്നുകൂടെ പറഞ്ഞു തരണമെങ്കിലോ മനസ്സിലാകാത്ത ഏതെങ്കിലും റീജിയൻ ഉണ്ടെങ്കിലോ എന്നോട് ചോദിക്കണം. ഓക്കെ, ഞാൻ ഒന്ന് റെക്കോർഡ് ചെയ്യുന്നൊന്ന് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്കിനി രണ്ട് കാര്യങ്ങൾ കൂടെ കഴിയുമ്പോൾ നമ്മുടെ പാഠം കഴിയും. ഏതാണ്, ടങ്ങും നോസും. വളരെ ചെറിയ രീതിയിലേ നമുക്ക് പഠിക്കാനുള്ളൂ. ടങ്ങിന്റെയും നോസിന്റെയും കാര്യം വളരെ വളരെ ചെറിയ രീതിയിൽ, രണ്ടും ഒരുമിച്ച് അങ്ങ് പഠിക്കുന്നതാണ് വളരെ നല്ലത്. അപ്പൊ ആദ്യമേ നമുക്ക് ടങ് ഒന്ന് നോക്കാം. ടങ് എന്തിനാണ് നമ്മളെ സഹായിക്കുന്നത്, ടേസ്റ്റ് റിസപ്റ്ററുകളാണ് അതിനകത്തിരിക്കുന്നത് അല്ലെ. ഒരു ഭക്ഷണത്തിന്റെ ടേസ്റ്റ് അറിയാനാണ് നമ്മളെ സഹായിക്കുന്നത്. ശരിക്കും ഒരു ഭക്ഷണത്തിന്റെ ടേസ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നത് ശരിക്കും നാക്കിലുണ്ടാകുന്ന രുചി കൊണ്ട് മാത്രമല്ല, അതിന്റെ ഗന്ധത്തിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ഫുഡിന്റെ ടേസ്റ്റ് ഏകദേശം 80% നമ്മൾ മനസ്സിലാക്കുന്നത്, 80% നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ കളറ്, അതിന്റെ തൊടുമ്പോഴുള്ള അതിന്റെ സോഫ്റ്റ്നെസ്, അതുപോലെ അതിന്റെ സ്മെല്ല്, അതിൽ നിന്നാണ് നമ്മൾ 80% ടേസ്റ്റും മനസ്സിലാക്കുന്നത്. ബാക്കി 20% മാത്രമേ നമ്മൾ ഏതിലൂടെ മനസ്സിലാക്കൂ, ടേസ്റ്റ് റിസപ്റ്ററുകളിലൂടെ മനസ്സിലാക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ ടങ്ങിലിരിക്കുന്ന ആരാണ് ഇതിന് സഹായിക്കുന്നത്? നമ്മൾ ടങ് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇഷ്ടം പോലെ ഇങ്ങനെ മുകളിലേക്ക് കയറിയിരിക്കുന്ന കുമിളകൾ പോലെയുള്ള ഭാഗങ്ങൾ, നിങ്ങളുടെ നാവ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കുമിളകൾ പോലെയുള്ള ഇങ്ങനെ ഭാഗങ്ങൾ ഇങ്ങനെ നാവിലിരിക്കുന്നത് കാണാം. അടുത്തടുത്തായിട്ട് ഇങ്ങനെ കുമിളകൾ പോലെയുള്ള ഭാഗങ്ങൾ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് പാപ്പില്ലേ. ഒന്നിലധികം എണ്ണം ഉണ്ടെങ്കിൽ പാപ്പില്ല എന്ന് പറയും, ഒരെണ്ണം ഉണ്ടെങ്കിൽ പാപ്പില്ല എന്ന് പറയും. എന്തെന്ന് പറയും, പാപ്പില്ല എന്ന് പറയും. ഒരു പാപ്പില്ലേ ഞാൻ ഇങ്ങോട്ട് വലുതാക്കി വരച്ചാൽ ഈ രീതിയിൽ, ഒരു പാപ്പില്ലേ വലുതാക്കി വരച്ചാൽ എങ്ങനെ ഇരിക്കും, ഈ രീതിയിൽ ഇരിക്കും. ഇനി ഇതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഈ ടേസ്റ്റ് ബഡ്സ് ഇരിക്കുന്നത്. ഓരോ പാപ്പില്ലയുടെയും ഈ ഭാഗത്തായിട്ടാണ് എന്തിരിക്കുന്നത്, ടേസ്റ്റ് ബഡ്സ് ഇരിക്കുന്നത്. രുചി അറിയാൻ നമ്മളെ സഹായിക്കുന്ന ടേസ്റ്റ് ബഡ്സ് ഇരിക്കുന്നത്. ഈ ഇരിക്കുന്ന ഈ ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് ഗസ്റ്റേറ്ററി ബേസിൻ. എന്താണ് ഗസ്റ്റേറ്ററി ബേസിൻ? ഗസ്റ്റേറ്ററി ബേസൻ എന്ന് പറയും. അപ്പൊ ടേസ്റ്റ് റിസപ്റ്റർ ക്യാൻ ബി സീൻ ഓർ ദ ടേസ്റ്റ് ബഡ്സ് ക്യാൻ ബി സീൻ ഇൻ ദ ഗസ്റ്റേറ്ററി ബേസിൽ ഓഫ് ടങ്. പാപ്പില്ല അല്ലെങ്കിൽ പാപ്പില്ലയുടെ ഗസ്റ്റേറ്ററി ബേസിലാണ് എന്തിരിക്കുന്നത്, ടേസ്റ്റ് ബഡ്സ് ഇരിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത്, ടേസ്റ്റ് എന്താണ്, ഒരു ഫുഡിന്റെ ടേസ്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ ആണേ? അപ്പൊ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ടേസ്റ്റുകൾ എന്തൊക്കെയാണ് പറഞ്ഞോളൂ. അപ്പൊ ഇത് നല്ലതുപോലെ മനസ്സിലായ ടങ്ങിലിരിക്കുന്ന റിസപ്റ്റർ ആണ് ടേസ്റ്റ് റിസപ്റ്റർ.
അതിരിക്കുന്നത് ടേസ്റ്റ് ബഡ്സ് എന്നാണ് അതിനെ നമ്മൾ അല്ലെങ്കിൽ പറയുന്നത്. ടേസ്റ്റ് ബഡ്സ് ഇരിക്കുന്നത് എവിടെയാണ്? പാപ്പില്ലയുടെ ഗസ്റ്റേറ്ററി ബേസലിലാണ് ഇരിക്കുന്നത്. ഗസ്റ്റേറ്ററി ബേസലിലാണ് ഇരിക്കുന്നത്. ഇവിടെ നിന്ന് നെർവ് എങ്ങോട്ട് പോകുന്നുണ്ട്? ബ്രെയിനിലേക്ക് പോകുന്നുണ്ട്. ഓരോ ടേസ്റ്റ് ബഡിൽ നിന്നും നെർവ് എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? ബ്രെയിനിലേക്ക് പോകുന്നുണ്ട്. ആ നെർവ്സ് ആണ് നമ്മളെ എന്തിനു സഹായിക്കുന്നത്? ടേസ്റ്റ് അറിയാൻ സഹായിക്കുന്നത്. ഇനി നമുക്ക് അറിയാൻ കഴിയുന്ന ടേസ്റ്റുകൾ ഏതൊക്കെയാണ്? ടങ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ടേസ്റ്റുകൾ, അല്ലെങ്കിൽ നമ്മുടെ ടങ്ങിലുള്ള പ്രധാനപ്പെട്ട ടേസ്റ്റ് റിസപ്റ്ററുകൾ ഏതൊക്കെ ടേസ്റ്റിനെ തിരിച്ചറിയാനുള്ളതാണ്? സ്വീറ്റ്, സാൾട്ട്, സോർ, ബിറ്റർ. ഇപ്പൊ കുറച്ച് ടേസ്റ്റുകളും കൂടെ വന്നിട്ടുണ്ട്. ഉമാമി, ഒലിയോ ഗസ്റ്റസ്, ഇങ്ങനെയൊക്കെ ഒരുപാട് ടേസ്റ്റുകൾ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏതാണ്? ഏതൊക്കെയാണ്? സ്വീറ്റ്, സാൾട്ട്, സോറ്, ബിറ്റർ, ഉമാമി, ഒലിയോ ഗസ്റ്റസ്. ഇതിലെ നമ്മൾ ഒരെണ്ണം പറഞ്ഞില്ല അല്ലെ? എരിവ് നമ്മൾ പറഞ്ഞില്ല. ഹോട്ട്നെസ് അത് നമ്മൾ പറഞ്ഞില്ല അല്ലെ? അതെന്താണ്? നമ്മുടെ നാവിന് തിരിച്ചറിയാൻ കഴിയില്ല. നമ്മുടെ നാവിന് അത് തിരിച്ചറിയാൻ വേണ്ടി പ്രത്യേക ഒരു ടേസ്റ്റ് ബഡ് ഇല്ല. കാരണം എരിവ് നമ്മുടെ ബോഡിയുടെ ഏത് പാർട്ടുകൊണ്ടും നമുക്ക് തിരിച്ചറിയാം. അതെന്ന് പറഞ്ഞാൽ ഹോട്ട്നെസ് ആണ്. ഒരു തരം ചൂട് തിരിച്ചറിയുന്നത് പോലെയാണ്. നാവിനകത്ത് ചൂട് തിരിച്ചറിയാൻ പ്രത്യേകിച്ച് റിസപ്റ്ററുകളൊന്നും ഇരിപ്പില്ല. പക്ഷെ നമുക്ക് ചൂട് തിരിച്ചറിയാൻ പറ്റത്തില്ല. ശരീരത്തിന്റെ ഏത് ഭാഗത്ത് ചൂട് തട്ടിയാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് എരിവിന്റെ കാര്യവും. നാവില് പ്രത്യേകിച്ച് എന്തില്ല? ഇത് തിരിച്ചറിയാനുള്ള ഒരു ടേസ്റ്റ് പറ്റില്ല. പണ്ടൊക്കെ നമ്മുടെ ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു പടം കൊടുത്തേക്കുമായിരുന്നു. ഇന്ന് അത് എടുത്തു മാറ്റി. കാരണം അത് തെറ്റാണ്. നാവിന്റെ ഈ ഭാഗം കൊണ്ട് ടേസ്റ്റ് അറിയുന്നു, ഈ സ്വീറ്റ് അറിയുന്നു, ഈ ഭാഗം കൊണ്ട് സോർ അറിയുന്നു, ഈ ഭാഗം കൊണ്ട് സാൾട്ട് അറിയുന്നു, ഈ ഭാഗം കൊണ്ട് ബിറ്റർ അറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാവിന്റെ ഒരു പടം ഇങ്ങനെ കൊടുക്കുമായിരുന്നു. ഇത് തെറ്റാണ്. നാവിന്റെ എല്ലാ ഭാഗം കൊണ്ടും, ടങ്ങിന്റെ എല്ലാ ഭാഗം കൊണ്ടും എല്ലാ ടേസ്റ്റും തിരിച്ചറിയാൻ പറ്റും. എല്ലാ പാപ്പില്ലയെ കൊണ്ടും എല്ലാ ടേസ്റ്റും തിരിച്ചറിയാൻ കഴിയും. നാവിന്റെ എല്ലാ ഭാഗത്തും, ടങ്ങിന്റെ എല്ലാ ഭാഗം കൊണ്ടും തിരിച്ചറിയാൻ കഴിയും. അല്ലാതെ ഇങ്ങനെ ഒരു ഇതില്ല. അറ്റത്ത് വെച്ചാലേ എന്താണ് മധുരം തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ, ബിറ്റർ ഏറ്റവും ഉള്ളിലാണെന്നോ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ പഠിച്ചു വെക്കരുത്. ഇത് പണ്ട് ഒരു ജർമ്മൻ ശാസ്ത്രജ്ഞനാണ് ഇങ്ങനെ പറഞ്ഞത്. പിന്നീട് അത് നമ്മൾ പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചു ഇത് തെറ്റാണെന്ന്. ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുള്ള 2 ടേസ്റ്റുകളുടെ പേര് എഴുതാൻ ചിലപ്പോൾ ചോദിക്കുക. ഏതൊക്കെയാണ്? ഉമാമിയും അതുപോലെ ഒലിയോ ഗസ്റ്റസും. ഈ 2 ടേസ്റ്റുകളുടെ പേര് എഴുതാൻ ഒരു പക്ഷേ ചോദിക്കും. ഇനി നമ്മൾ നോസിലേക്ക് പോകും. തീരാറായി, നമ്മുടെ ചാപ്റ്റർ ഏതാണ്ട് തീരാറായി. നോസിൽ നമുക്ക് പറയാനുള്ളത് അവിടെ ഇരിക്കുന്നത് എന്തായിരിക്കും? സ്മെൽ റിസപ്റ്ററുകളായിരിക്കും അല്ലെ? നമ്മൾ സ്മെൽ റിസപ്റ്റർ എന്നല്ല പറയുന്നത്, ഓൾഫാക്ടറി റിസപ്റ്റർ എന്നാണ് പറയുന്നത്. മണം തിരിച്ചറിയാനുള്ള റിസപ്റ്റർ അല്ലെ? ഇത് നമ്മുടെ മൂക്കിന്റെ ഏതാണ്ട് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഇതിന് പിന്നിലായിട്ട് ഈ ഭാഗത്ത് മുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ നോസ് ഈ രീതിയിൽ വരയ്ക്കുകയാണെങ്കിൽ, ഈ രീതിയിൽ നമ്മൾ 2 നോസ് വരയ്ക്കുകയാണെങ്കിൽ, അതിന്റെ ചുണ്ട് ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ, നോസ് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ മുകളിലേക്ക് വരുന്ന ഈ ഭാഗത്തായിട്ട് ഇവിടെ ബ്രെയിൻ ഇരിപ്പുണ്ട്. ഇവിടെ ഇങ്ങനെ ബ്രെയിൻ ഇരിപ്പുണ്ട്. ഓക്കെ, ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് എന്തിരിക്കുന്നത്? ഈ പറയുന്ന ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ഇരിക്കുന്നത്. ഇത് ഇയാളുടെ തലയാണ്. മുകളിലേക്ക് ഇവിടെ ഇയാളുടെ കണ്ണൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ മൂക്കിന്റെ ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് ഏറ്റവും ഉള്ളിലായിട്ടാണ് എന്തിരിക്കാറുള്ളത്? ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ഇരിക്കാറുള്ളത്. ഇതിനകത്ത് നമ്മുടെ മൂക്കിൽ ഏതാണ്ട് 40 ദശലക്ഷത്തിലധികം ഓൾഫാക്ടറി റിസപ്റ്ററുകളുണ്ട്. ഇതിലൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് 10,000-ഓളം ഓർഡർ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. 10,000-ഓളം ഓർഡർ, ഏതാണ്ട് 10,000-ഓളം സ്മെല്ല് നമുക്ക് നമ്മുടെ നോസ് ഉപയോഗിച്ച്, ഓൾഫാക്ടറി റിസപ്റ്ററുകൾ ഉപയോഗിച്ച് തിരിച്ചറിയാൻ കഴിയും. ഇനി ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഓരോ സ്മെല്ലിനും ഓരോ സെപ്പറേറ്റ് ഓൾഫാക്ടറി റിസപ്റ്ററാണ് ഉള്ളത്. ഒന്നിനെ തിരിച്ചറിയാൻ ഒരെണ്ണത്തിനെ കൊണ്ട് മാത്രമേ പറ്റൂ. ഓൾഫാക്ടറി റിസപ്റ്ററുകളാണുള്ളത്. അത് പ്രായം ചെന്നവരിൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഓൾഫാക്ടറി റിസപ്റ്ററുകളുടെ എണ്ണം കുറയും. അപ്പോൾ അവർക്ക് ചില സ്മെല്ലുകൾ തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവർക്ക് പ്രായമാകുമ്പോൾ ഓരോ ഫുഡിനും ടേസ്റ്റ് ഇല്ലെന്നൊക്കെ തോന്നുന്നത്. കാരണം നമ്മൾ ടേസ്റ്റ് തിരിച്ചറിയുന്നത് ഏതാണ്ട് 80% എന്ത് ഉപയോഗിച്ചിട്ടാണ്? ഈ നോസിലൂടെയാണ് അല്ലെ? അതിന്റെ സ്മെല്ല് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ 80% ടേസ്റ്റും നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നല്ല ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുത്താലും ഈ ചില പ്രായമായവരെന്ത് പറയുന്നത്, അതിന് ടേസ്റ്റ് ഇല്ല എന്ന് പറയുന്നതിന്റെ കാര്യം അതാണ്. അവർക്ക് സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവ് എന്ത് ചെയ്യും? പതുക്കെ കുറഞ്ഞു വരും.
അപ്പൊ ഇതാണ് നമുക്ക് ഇവിടെ നോസിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഓക്കെ, നോസിൽ എന്താണ് ഇരിക്കുന്നത്? ഓൾ ഫാക്ടറി. നിങ്ങൾക്ക് ഈ ജലദോഷമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഫുഡിന് ടേസ്റ്റ് തോന്നാത്തതിന്റെ കാര്യം അതാണ്. മൂക്കിൽ എന്ത് ചെയ്യും? മ്യൂക്കസ് വന്ന് അടഞ്ഞിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ഏതാണ്ട് നല്ല ഒരു ഭാഗം സ്മെല്ല് നമ്മൾ തിരിച്ചറിയുന്നത് ഏത് വഴിയാണ്? ഈ ഓൾ ഫാക്ടറി റിസപ്റ്ററിലൂടെയാണ്. ഓൾ ഫാക്ടറി റിസപ്റ്റേഴ്സിലൂടെയാണ്. അപ്പൊ നോസിൽ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. നോസിൽ എങ്ങനെയാണ്? നോസ്, സ്മെല്ല്, അതുപോലെ ഓൾ ഫാക്ടറി റിസപ്റ്റർ. അങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. അതിന്റെ ഒന്ന് ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ ചോദിക്കില്ല, കാര്യം 2-3 വരിയിൽ തീരുമല്ലോ. ഇനി ഒരു ചെറിയ കാര്യം കൂടെ പറയുമ്പോൾ നമ്മുടെ ചാപ്റ്റർ നമുക്ക് നിർത്താം. ചെറിയൊരു കാര്യം കൂടെ കഴിഞ്ഞു. മറ്റ് ജീവികളിൽ ഈ റിസപ്റ്ററിന് പകരം എന്താണുള്ളത്? ഇപ്പൊ ഇന്ന് പഠിപ്പിച്ച ഇയറും നോസും ടങ്ങും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തിങ്കളാഴ്ച ഞാൻ വന്ന് നിങ്ങൾക്ക് തൊട്ടടുത്ത ചാപ്റ്റർ തുടങ്ങുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കണം. ഓക്കെ, ഇത് കണ്ടു നോക്കിയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലോ എവിടെ ക്ലാരിറ്റി വരാനുണ്ടെങ്കിലോ നിങ്ങൾ എന്നോട് ചോദിക്കണം. അപ്പോൾ നമ്മൾ അടുത്ത പറയുന്നു റിസപ്റ്റേഴ്സ് ഇൻ അതർ ഓർഗാനിസം. റിസപ്റ്റേഴ്സ് ഇൻ അതർ ഓർഗാനിസം. മറ്റ് ഓർഗാനിസങ്ങളിലെ റിസപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? മറ്റ് ജീവികളിലെ റിസപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ഇൻ അതർ ഓർഗാനിസം. അതിൽ നമുക്ക് 4 ജീവികളുടെ പേര് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് പ്ലനേറിയ, 2 ഷാർക്ക്, 3 ഹൗസ് ഫ്ലൈ, 4 സ്നേക്ക്. 4 ജീവികളും അവയുടെ ഓൾഫാക്ടറി റിസപ്റ്ററുകളും ഏതൊക്കെ? അവയുടെ റിസപ്റ്റർ, ഓൾഫാക്ടറി അല്ല, അവയുടെ ശരീരത്തിലെ റിസപ്റ്ററുകളും ഏതൊക്കെയാണ്? പ്ലനേറിയയുടെ ശരീരത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഐ സ്പോട്ടാണ്. നമ്മളിൽ ഐ ഉള്ളതുപോലെ അതിന്റെ ശരീരത്തുള്ള ഒരു പ്രത്യേക സാധനമാണ് ഈ ഐ സ്പോട്ട് എന്ന് പറയുന്നത്. രണ്ട് പ്രത്യേക ഇങ്ങനെ ഇരിക്കുന്ന സാധനമാണ് ഈ പ്ലനേറിയ എന്ന് പറയുന്നത്. ഒച്ചിന്റെ പോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനമാണ്. ഇതിന്റെ ഈ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ 2 കണ്ണുകൾ പോലെ 2 ഭാഗമുണ്ട്. കണ്ണൊന്നും അല്ല, അതിനെ ഇമേജ് ഒന്നും ഫോം ചെയ്ത് കാണാനൊന്നും കഴിയില്ല. മുന്നിൽ വെട്ടമുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ കഴിയും. മുന്നിൽ ലൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് മാത്രമേ അതിനെ കൊണ്ട് പറ്റൂ. മുന്നിൽ ലൈറ്റ് ഉണ്ടോ ഇല്ലേ എന്ന് മാത്രം ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് എന്തിന്റെ പ്രത്യേകത? ഈ പ്ലനേറിയയുടെ പ്രത്യേകത. അപ്പൊ അതിന് മുന്നിൽ ഇങ്ങനെ എഴഞ്ഞു പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ബാരിയർ ഇരിപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ചെന്ന് അവിടെ ലൈറ്റ് കാണത്തില്ല സ്വാഭാവികമായിട്ട്. ഇതിന്റെ കൈ പോയി അവിടെ ഇങ്ങനെ കോണ്ടാക്ട് വരും. അപ്പൊ അതിന് മനസ്സിലാവും അതൊരു ബാരിയറാണ്, അത് തിരിഞ്ഞങ്ങ് പോകും. അപ്പൊ ലൈറ്റ് ഉണ്ടോ ഇല്ലയോ, പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ലൈറ്റ്, അത് മാത്രമേ തിരിച്ചറിയാൻ കഴിയും. നിങ്ങൾക്ക് ഇങ്ങനെ വിശദമായിട്ട് ചോദിക്കില്ല പ്ലനേറിയയുടെ എന്താണ് റിസപ്റ്റർ ഏതാണ്, അവരുടെ ശരീരത്തുള്ള സറൗണ്ടിങ് റിസപ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണെന്ന് എഴുതണം? ഐ സ്പോട്ട് ആണെന്ന് എഴുതണം. ഇനി ഷാർക്കിന്റെ ശരീരത്തിൽ 2 റിസപ്റ്ററുകളാണുള്ളത്. ഒന്ന് ഓൾ ഫാക്ടറി റിസപ്റ്റർ, മണം തിരിച്ചറിയാനുള്ള റിസപ്റ്റർ. മറ്റൊന്ന് അതിന്റെ ശരീരത്തൂടെ ഇങ്ങനെ നമ്മളൊരു മീനെ വരച്ചാൽ, ഇങ്ങനെ നമ്മളൊരു ഷാർക്കിനെ വരച്ചാൽ, നമ്മളിങ്ങനെ വരച്ചാൽ ഇതിന്റെ ഈ ബോഡിയുടെ ഈ ഭാഗത്തോട്ടൊരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. ആ ലൈനിനെ പറയുന്ന പേരാണ് ലാറ്ററൽ ലൈൻ. ഇത് എന്തിനാണ്? ഓൾഫാക്ടറി റിസപ്റ്റർ നമുക്കറിയാം, അതിന് മണം പിടിക്കാനാണ്. ഷാർക്കിന് വളരെ ദൂരെ നിന്ന് വരുന്ന അതിന്റെ ഇരയുടെ പോലും മണം ലഭിക്കുമെന്നാണ് പറയുന്നത്. ഇനി ഏറ്റവും കൂടുതൽ മണം പിടിക്കാൻ ശേഷിയുള്ള മത്സ്യം എന്ന് പറയുന്നത് ഡോൾഫിനാണ്. ഡോൾഫിൻ ഏതാണ്ട് നമ്മുടെ ഈ പോലീസ് നായയൊക്കെ ഇല്ലേ, നമ്മുടെ കരയിൽ ജീവിക്കുന്ന ജീവി നായയാണ് ഏറ്റവും കൂടുതൽ മണം പിടിക്കാൻ എക്സ്പേർട്ട്. അതുകൊണ്ടാണ് സ്ക്വാഡൊക്കെ ഈ ഡോഗ് സ്ക്വാഡൊക്കെ ഉപയോഗിക്കുന്നത്. ഈ ഡോഗ് സ്ക്വാഡ് ഡോൾഫിനെ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ 10 കിലോമീറ്റർ വരെയുള്ള ഗന്ധം അതിന് തിരിച്ചറിയാൻ കഴിയും. അപ്പൊ അതിനെ കരയിൽ എടുത്തുകൊണ്ട് വരാൻ പറ്റാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതിനെ ഉപയോഗിക്കാത്തത്. എങ്കിൽ 10 കിലോമീറ്റർ വരെ ചുറ്റളവിലുള്ള ഗന്ധം അതിന് തിരിച്ചറിയാൻ കഴിയും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ലാറ്ററൽ ലൈൻ്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞാൽ ബോഡി ബാലൻസിങ് ആണ്. ആ വെള്ളത്തിലുണ്ടാകുന്ന പ്രഷറിന്റെ വ്യത്യാസം, അത് കടലിലൂടെ നീന്തുന്ന സമയത്ത് ആ വെള്ളത്തിലൂടെ ഉണ്ടാകുന്ന പ്രഷറിന്റെ വ്യത്യാസം, അതുപോലെ തന്നെ ബോഡിയുടെ ബാലൻസ്, ഇതിനെല്ലാത്തിനും സഹായിക്കുന്ന സാധനമാണ് ഈ ലാറ്ററൽ ലൈൻ. ഷാർക്കിന്റെ ലാറ്ററൽ ലൈൻ ഷാർക്കിനെ ബോഡി ബാലൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ വെള്ളത്തിന്റെ പ്രഷറിനനുസരിച്ച് പൊങ്ങിയും താണും കിടക്കാൻ എന്നെ സഹായിക്കുന്ന സാധനം അതിന്റെ ശരീരത്തെ റിസപ്റ്ററാണ് ലാറ്ററൽ ലൈൻ. ഹൗസ് ഫ്ലൈയിൽ കാണപ്പെടുന്ന ലൈറ്റ് റിസപ്റ്ററിനെ പറയുന്ന പേരാണ് ഒമാറ്റിഡിയ. ഒരെണ്ണയുള്ളെങ്കിൽ നമ്മൾ ഒമാറ്റിഡിയം എന്ന് പറയും. അപ്പൊ ഇതെന്ന് പറഞ്ഞ ഒരു വലിയ ഐ ആണ്. ഇങ്ങനെ നമ്മൾ ചിത്രശലഭത്തിനൊക്കെ മുമ്പേ ഒക്കെ ഇങ്ങനെ വലിയ 2 ഐ അല്ലേ ഇരിക്കുന്നത്, അവിടെ നിന്നാണ് ഇങ്ങനെ 2 റിസപ്റ്ററുകൾ ഇങ്ങനെ വെളിയിലോട്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് കുഞ്ഞു കുറെ ഐകൾ ചേർന്നാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്, ഈ വലിയ ഐ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഓരോ ചെറിയ ഐയെയും നമ്മൾ ഒമാറ്റിഡിയം എന്ന് പറയും.
എന്തെന്ന് പറയും? ഒമാറ്റിഡിയം എന്ന് പറയും. ഈ ഓരോ ഒമാറ്റിഡിയത്തിലും സെപ്പറേറ്റ് ഇമേജ് ഉണ്ടാവും. ഒരു സാധനത്തിൽ ഒരു ഈച്ച നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓരോ ഒമാറ്റിഡിയത്തിലും ഈ ഒമാറ്റിഡിയ ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു കണ്ണുകളിലും ഓരോ സെപ്പറേറ്റ് ഇമേജ് ഉണ്ടാകും. ഈ ഇമേജിനെ എല്ലാം യുണൈറ്റ് ചെയ്തിട്ടാണ് അത് ഈ ചുറ്റും കാണുന്ന ഇതിനെ കാണുന്നത്. അപ്പൊ അത് അത്ര വലിയ ഐ ആയതുകൊണ്ട് ഇതിനെ 4 സൈഡിൽ നിന്നുള്ള കാഴ്ചയുണ്ട് അല്ലെ, 3 ഡയമെൻഷണൽ വ്യൂ ഉണ്ട്. അതുപോലെ ചുറ്റും നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ അടിക്കാനും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പറന്ന് പോകുന്നത്. അപ്പൊ അതിന് ഈ കുഞ്ഞു കുഞ്ഞു ഐകളിൽ ചെറിയ അതിന്റെ സ്മോൾ ഐസിനെ പറയുന്ന പേരാണ് ഒമാറ്റിഡിയം എന്നാണ്. ഒമാറ്റിഡിയം അത് ചേർന്നുണ്ടാക്കിയിരിക്കുന്ന ആ വലിയ ഐ ആണ് ഒമാറ്റിഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അവയിൽ ഓരോന്നിനും സെപ്പറേറ്റ് ഇമേജ് ഉണ്ടാവുകയും അതെല്ലാം ബ്രെയിനിലെത്തി പ്രോസസ്ഡ് ആയി ഒരു വലിയ ഇമേജ് ആയിട്ട് അത് കാണുകയും ചെയ്യും. സ്നേക്കിൽ കാണുന്ന പ്രധാനപ്പെട്ട റിസപ്റ്റർ ആണ് ജേക്കബ്സൺസ് ഓർഗൻ. ജേക്കബ്സൺസ് ഓർഗൻ എന്താണ് ജേക്കബ്സൺസ് ഓർഗൻ? അത് ഓൾഫാക്ടറി ഓർഗൻ ആണ്. മണം പിടിക്കാൻ സഹായിക്കുന്ന ഓർഗനാണ്. പാമ്പിന് മൂക്കില്ല, മണം പിടിക്കാൻ വേണ്ടി അതിന് നോസ് ഇല്ല, പകരം അതിന് നാവ് പുറത്തേക്ക് നീട്ടി ചുറ്റും നിൽക്കുന്ന ഗന്ധകണികകളെ, ഓർഡർ ഉണ്ടാകുന്ന കണികകളിൽ നിന്നാണ്, മോളിക്യൂൾസിൽ നിന്നാണ്, ആരോമാറ്റിക് മോളിക്യൂൾസിൽ നിന്നാണ്. മണം ഉണ്ടാകുന്ന മോളിക്യൂൾസിനെയാണ് ആരോമാറ്റിക് മോളിക്യൂളുകൾ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ആരോമാറ്റിക് മോളിക്യൂൾസ്. ഈ ആരോമാറ്റിക് മോളിക്യൂൾസിനെ എന്ത് ചെയ്യുന്നു? നാവ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? ക്യാപ്ചർ ചെയ്ത് ഇങ്ങനെ ഈ അതിന്റെ നമ്മുടെ അണ്ണാക്കില്ലേ, പെല്ലറ്റ് എന്ന് ഞാൻ പറഞ്ഞില്ല, ആ പെല്ലറ്റ് ഇരിക്കുന്ന ഭാഗത്ത് അതിന് എന്തിരിപ്പുണ്ട്? ഈ ജേക്കബ്സൺസ് ഓർഗൻ ഇരിപ്പുണ്ട്. അതിലേക്ക് പറ്റിച്ചു നോക്കും. അപ്പൊ അതിന് എന്ത് തിരിച്ചറിയാൻ കഴിയും? ഗന്ധം തിരിച്ചറിയാൻ കഴിയും. അതാണ് ജേക്കബ്സൺസ് ഓർഗൻ. സ്നേക്കിലെ ഓൾഫാക്ടറി ഓർഗൻ ആണ് ജേക്കബ്സൺസ് ഓർഗൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മുടെ ചാപ്റ്റർ ഏതാണ്ട് ക്ലോസ് ആയി, ചാപ്റ്റർ കഴിഞ്ഞു. അപ്പൊ നമ്മളിന്ന് പഠിച്ചത് ഐ നമ്മൾ തീർന്നു. ഇയറിന്റെ സ്ട്രക്ചറും ഇയറിലൂടെ എങ്ങനെയാണ് കേൾവി എന്ന് പറയുന്ന അനുഭവം ഉണ്ടാകുന്നത് അത് നമ്മൾ പഠിച്ചു. നോസ് നമ്മൾ പഠിച്ചു, അതുപോലെ ടങ് പഠിച്ചു. ഇപ്പൊ നമ്മൾ വേറെ മറ്റു ഓർഗാനിസങ്ങളിൽ എന്താണ് ഈ റിസപ്റ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, അങ്ങനെ 4 ഓർഗാനിസങ്ങളുടെ പേര് നമ്മൾ പഠിച്ചു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ തിങ്കളാഴ്ച വരുന്ന ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്നോട് ചോദിക്കണം. ഇന്നോ നാളെ എതിരുന്ന് കണ്ടിട്ട് എന്ത് ചെയ്യണം? എന്നോട് ചോദിക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ശരി. അപ്പോൾ താങ്ക് യു.